പ്രോസില കുറച്ച് ചാപ്റ്റേഴ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ദയവ് ചെയ്ത് നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കും. പ്രോസിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയർ പ്രോസില ആദ്യത്തെ ചാപ്റ്ററോട്ട് നമ്മൾ തുടങ്ങിയത്. ആദ്യത്തെ ചാപ്റ്ററോട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊള്ളുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററോട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്ററിന്ന് ഒന്നാമത്തെ ചാപ്റ്ററാണ് ചീഫ് സീറ്റിൽ സ്പീച്ച് എന്ന് പറയും അല്ലേ. ഈ ചീഫ് സീറ്റിൽ സ്പീച്ച് എന്ന് പറയുന്ന സ്പീച്ചിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ചീഫ് സീറ്റിൽ സ്പീച്ചിൽ നിന്ന് 3 രീതിയിലാണ് ക്വസ്റ്റ്യൻ, 4 രീതിയിൽ ക്വസ്റ്റ്യൻ വരും. 1 അനോട്ടേഷൻ, 2 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, 3 ഷോർട്ട് ക്വസ്റ്റ്യൻ, 4 എസ്സേ. പിന്നെ എസ്സേ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ 3 വർഷം കൊണ്ട് എസ്സേ ചോദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷം എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് പഠിക്കുക? ചീഫ് സീറ്റിൽ സ്പീച്ചിലെ എസ്സേ നന്നായിട്ട് പഠിക്കുക. ഇനി അതിന് അനോട്ടേഷൻ പഠിച്ചാൽ എസ്സേ ആവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അനോട്ടേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം. ഒന്നാമത്തെ അനോട്ടേഷൻ, നമ്മൾ ആദ്യത്തെ അനോട്ടേഷനിലേക്ക് പോകും. ആദ്യത്തെ അനോട്ടേഷൻ ഇതാണ്. ആദ്യത്തെ അനോട്ടേഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചീഫ് സീറ്റിൻ്റെ പഠിക്കുമ്പോൾ അത് എഴുതിയ ആളാരാണ്? അത് സ്പീച്ചാണ്. അത് അവതരിപ്പിച്ചത് അതിൻ്റെ സംഭവം 1957 അവതരിപ്പിച്ചൊരു സ്പീച്ചാണ്. ചീഫ് സീറ്റിൽ ആരാണെന്ന് നമുക്കറിയാം. ചീഫ് സീറ്റിൽ ആരാണെന്ന് ചോദിക്കുന്നെങ്കിൽ ഒരു അമേരിക്കയിൽ പണ്ട് 2 വർഗ്ഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു വർഗ്ഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാൻ, മറ്റൊരു വർഗ്ഗത്തെ വിളിക്കുന്ന പേര് റെഡ് മാൻ. വൈറ്റ് മാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ കാശുകാരാണ്. അവർക്ക് എല്ലാത്തിനോടും ഒന്നിനോടും ഒരു സ്നേഹമില്ല. അവർക്ക് എപ്പോഴും ഉയർന്ന രീതിയിലേക്ക് പോകണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ വൈറ്റ് മാന്. എന്നാൽ രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ് മാൻ. റെഡ് മാൻ്റെ പ്രത്യേകത എന്താണെന്ന് വയ്ക്കുന്നെങ്കിൽ അവർക്ക് എല്ലാത്തിനോടും വളരെ സ്നേഹമാണ്. എല്ലാം ഭൂമിയിലെ എല്ലാത്തിനെയും അവർ അമ്മയായിട്ടും സഹോദരങ്ങളായിട്ടും ബ്രദേഴ്സായിട്ടും സിസ്റ്റേഴ്സായിട്ടും ഒക്കെയാണ് കരുതുന്നത്. അതാണ് റെഡ് മാൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് വൈറ്റ് മാൻ, റെഡ് മാൻ. അപ്പോൾ ഈ വൈറ്റ് മാൻ ഒന്നിനോടും സ്നേഹമില്ലാത്ത ഒരു ഗ്രൂപ്പാണ്. റെഡ് മാൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും സ്നേഹമുള്ള, എല്ലാത്തിനെയും സ്വന്തം പോലെ കാണുന്ന വ്യക്തിയാണ് ഈ റെഡ് മാൻ. റെഡ് മാൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചീഫ് സീറ്റ്. റെഡ് മാൻ്റെ നേതാവാണ് ചീഫ് സീറ്റ്. അവർ സാധാരണക്കാരാണ്. സാധാരണക്കാരായ അവർ ഒരു ആദിവാസികളെ പോലെ താമസിക്കുന്ന, എല്ലാത്തിനോടും സ്നേഹം കൊണ്ട് താമസിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ചീഫ് സീറ്റ് എന്ന് പറയുന്നത്. ചീഫ് സീറ്റിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്നത് റെഡ് മാൻ എന്നാണ്. അപ്പോൾ ഈ വൈറ്റ് മാൻ എന്ന് പറഞ്ഞ ഭൂമിയിലെ എല്ലാത്തിനെയും ശക്തമായിട്ട് അടിച്ചൊതുക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇവര് പെട്ടെന്നാണ് റെഡ് മാൻ്റെ ഭൂമി കാണുന്നത്. റെഡ് മാൻ്റെ ഭൂമി കാണുമ്പോൾ ഇവർ പറയുന്നു ഇവർക്ക് ആ ഭൂമി ഇഷ്ടപ്പെട്ടു പോകുന്നു. കാരണം റെഡ് മാൻ്റെ ഭൂമിയിൽ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു, ഒരുപാട് എല്ലാ സാധനങ്ങളും ഒരുപാട് എല്ലാം കാണാൻ സൗന്ദര്യമുള്ളതാണ്. ഇത് ഏറ്റെടുക്കാനായിട്ട് ആര് തീരുമാനിക്കുന്നു? നമ്മുടെ വൈറ്റ് മാൻ്റെ നേതാവിൻ്റെ മറന്നു വരുത്. അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് ഗ്രേറ്റ് ചീഫ് എന്നാണ്. എന്തെന്ന് വിളിക്കും? ഗ്രേറ്റ് ചീഫ് ഓഫ് വാഷിംഗ്ടൺ എന്ന് വിളിക്കും. ഗ്രേറ്റ് ചീഫ് ഓഫ് വാഷിംഗ്ടൺ ആണ് വൈറ്റ് മാൻ്റെ നേതാവ്. അയാൾ അല്ലെങ്കിൽ ദ പ്രസിഡന്റ്, അവിടുത്തെ പ്രസിഡന്റാണ് ഗ്രേറ്റ് ചീഫ് അല്ലേ. അപ്പോൾ ദ ഗ്രേറ്റ് ചീഫ് ഓഫ് വാഷിംഗ്ടൺ അഥവാ അവിടുത്തെ പ്രസിഡന്റ് പറയുന്നു, റെഡ് മാനോട് പറയുന്നു. റെഡ് മാൻ്റെ നേതാവാണ് ചീഫ് സീറ്റ്. റെഡ് മാൻ്റെ നേതാവാണ് ചീഫ് സീറ്റ്. 2 നേതാക്കന്മാർ 2 ചീഫാണ്. കേട്ട് തിരിഞ്ഞു വരും. വൈറ്റ് മാൻ്റെ നേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഗ്രേറ്റ് ചീഫ് ഓഫ് വാഷിംഗ്ടൺ എന്ന് പറയും. അയാൾ അവിടുത്തെ പ്രസിഡന്റ് ആണ്. ഇവിടുത്തെ നേതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് സീറ്റ്. ചീഫ് സീറ്റിനോട്ട് അയാൾ പറയുകയാണ് എന്തെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തരണം. ഈ ഭൂമി നിങ്ങൾ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് താമസിക്കാം, നല്ല സിവിലൈസ്ഡ് ആയ ആൾക്കാരായിട്ട് താമസിക്കാം. നിങ്ങൾ ഇതുപോലെ അപരിഷ്കൃതരായിട്ട് താമസിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഒരുപാട് സിവിലൈസ് ആകാം, സംസ്കാരമുള്ളവരാകാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ ചീഫ് സീറ്റിൽ അദ്ദേഹം ഒരു സ്പീച്ച് ഇതിന് മറുപടിയായിട്ട്, ഈ വൈറ്റ് മാൻ്റെ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ഒരു സ്പീച്ചിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം സ്പീച്ചിലൂടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആ സ്പീച്ചിലൂടെ അദ്ദേഹം മുഴുവൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾ സംസ്കാരമുള്ളവരാകുമല്ലേ, മണ്ണിനെയും മരത്തിനെയും എല്ലാം സ്നേഹിക്കുന്നത് കൊണ്ടാവാൻ ഞങ്ങൾ എന്തായി മാറിയത്? സംസ്കാരമില്ലാത്തവരായി മാറിയത് എന്നൊക്കെ ഇയാൾ ഇങ്ങനെ കളിയാക്കി പറയുന്നതാണ്. ആരോട് പറയുന്നതാണ്? ദ ഗ്രേറ്റ് ചീഫ് ഓഫ് വാഷിംഗ്ടണിനോട് ആര് പറയുന്നത്? ചീഫ് സീറ്റിൽ പറയുന്നതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അദ്ദേഹം ഒരു സ്പീച്ചിലൂടെ തൻ്റെ ഈ ഭൂമി ഞങ്ങൾക്ക് ഒരിക്കലും വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കില്ല. ഞങ്ങളുടെ ഭൂമി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരിപാവനമാണ്, പുണ്യമാണ്, വളരെയധികം ഞങ്ങൾ ഹോളി എന്ന് വെച്ചാൽ പരിപാവനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് വിൽക്കുവാനോ ഒന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അവതരിപ്പിക്കുന്ന സ്പീച്ചാണ് ഇത്. ഏത് സ്പീച്ച്? ചീഫ് സീറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ മിക്കുള്ളവരും ചിലപ്പോഴൊന്നും ക്ലാസ്സിൽ നിന്നും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് നോക്കിക്കുക. അതിൻ്റെ ആദ്യത്തെ അനോട്ടേഷൻ ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചില്ല. This shining water that moves in the streams
അത് റെഡ്മാന്റെ നേതാവായ നമ്മുടെ ചീഫ് സീറ്റ് പറയുന്നതാണ്. ഈ അനോട്ടേഷൻ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് അനോട്ടേഷൻസ് എല്ലാം തന്നെ എപ്പോഴും പരീക്ഷ ചോദിക്കും. ഇത് ഞാൻ പറഞ്ഞ എസ് എ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിന് അനോട്ടേഷൻ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ അനോട്ടേഷൻ ഇതാണ്: ദിസ് ഷൈനിങ് വാട്ടർ ദാറ്റ് മൂവ്സ് ഇൻ ദ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. റെഡ്മാന്റെ നേതാവായ ചീഫ് സീറ്റിൽ പറയുന്നതാണ്, ഈ തിളങ്ങുന്ന ജലം ഏതിലൂടെ ഒഴുകുന്ന, ഈ അരുവിയിലൂടെയും ഈ നദികളിലൂടെയും ഒഴുകുന്ന ഈ തിളങ്ങുന്ന ജലം ഈസ് നോട്ട് വാട്ടർ, ഞങ്ങൾക്ക് എന്തല്ല, വെറും വെള്ളമല്ല, ബട്ട് ദ ബ്ലഡ് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പൂർവികരുടെ ബ്ലഡ് ആണ്, രക്തമാണ് എന്ന് പറയുന്ന ഈ ഡയലോഗ്. അതായത് അതിലൂടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ ചീഫ് സീൽ പറയുന്ന ഡയലോഗാണ്: നിങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ കാണുന്ന ഈ തിളങ്ങുന്ന ജലമുണ്ടല്ലോ, ശുദ്ധമായ ജലമുള്ള റെഡ്മാന്റെ ഭൂമിയിലേ ഉള്ളു. റെഡ്മാന്റെ ഭൂമിയിൽ മൊത്തം മലിനജലമാണ്. എന്ന് വെച്ചാൽ അവര് ഒരുപാട് ഗ്ലോബലൈസേഷനും അങ്ങനെയുള്ള സംഭവങ്ങളാണ്, ആഗോളവൽക്കരണത്തിനാണ് കൂടുതൽ, അല്ലെങ്കിൽ വ്യവസായവൽക്കൃതം എന്ന് പറയുന്നത്, വ്യവസായവൽക്കരണത്തിനാണ് കൂടുതൽ, ഇൻഡസ്ട്രിയലൈസേഷൻ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു വൈറ്റ്മാൻ. അതുകൊണ്ട് അവരുടെ ഭൂമി മുഴുവൻ മലിനജലമാണ്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ കാണുന്നത് തെളിഞ്ഞ കണ്ണീർ ജലമാണ്. ഇത് കാണുമ്പോൾ ഇയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെളിഞ്ഞ ജലം എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങളുടെ ഭൂമിയിൽ ഈ തെളിഞ്ഞ ജലം, ഈ തെളിഞ്ഞ ജലം നിങ്ങൾ വിചാരിക്കും ഇത് വെറും വെള്ളമാണെന്ന്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും വെള്ളമല്ല, ദ ബ്ലഡ് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ പൂർവികരുടെ ബ്ലഡാണ് എന്നാണ് ആര് പറയുന്നത്, അദ്ദേഹം പറയുന്നത്. ആ വരി ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരാനുള്ളത് അനോട്ടേഷൻ, അതിന്റെ ആൻസർ എഴുതുമ്പോൾ ആദ്യം വരുന്നത് ഇൻട്രൊഡക്ഷൻ. എന്താണ് ഇൻട്രൊഡക്ഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചീഫ് സീറ്റിൽ ആരാണ്, അദ്ദേഹം സ്പീച്ച് അവതരിപ്പിക്കാനുള്ള സാഹചര്യം, ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ നന്നായിട്ട് ഒരുപാട് തവണ പഠിച്ചതാണ്. അതിന്റെ ഒരു അനോട്ടേഷന് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ വേണ്ട ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ വേണ്ടത് ആ അനോട്ടേഷൻ പാസേജിൽ കൊടുത്തിരിക്കുന്ന ഉള്ളു അതിന്റെ ആശയം, മൂന്നാമത് വേണ്ടത് അതിൽ നമുക്ക് പറ്റിയുള്ള കൺക്ലൂഷൻ. ഈ പാഠത്തിൽ നമ്മൾ ഈ ചീഫ് സീറ്റ് എന്ന് പറയുന്ന പാഠത്തിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഒരു കോമൺ കൺക്ലൂഷനേ ഉള്ളു. ആ കോമൺ കൺക്ലൂഷൻ പഠിച്ചു വെച്ചിരുന്നാൽ ഏത് അനോട്ടേഷൻ ചോദിച്ചാലും നമുക്ക് എഴുതാം. നമുക്കപ്പോൾ അനോട്ടേഷനിലേക്ക് പോകാം, ആൻസറിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ചീഫ് സീറ്റിന്റെ അഭിപ്രായത്തിൽ എവ്രി പാർട്ട് ഓഫ് ദ നേച്ചർ റിമൈൻസ് ദെയർ ഓൺ ഫോർ ഫാദേഴ്സ്. അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ ഭൂമിയിലുള്ള എല്ലാവരും എന്താണ്, എല്ലാവരുടെ ഫോർഫാദേഴ്സിനെയൊക്കെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ദേ ആർ ദ പാർട്ട് ഓഫ് ദ എർത്ത് ആൻഡ് ദ എർത്ത് ഈസ് ദ പാർട്ട് ഓഫ് ദം. ഇദ്ദേഹം പറയുന്ന മറ്റൊരു ഡയലോഗാണ്, ഞങ്ങൾ ഭൂമിയുടെ ഭാഗമാണ്, ഭൂമി ഞങ്ങളുടെയും ഭാഗമാണ്. മാത്രമല്ല, അത് വലിയൊരു ഡയലോഗാണ്, ദേ ആർ ദ പാർട്ട് ഓഫ് ദ എർത്ത് ആൻഡ് ദ എർത്ത് ഈസ് ദ പാർട്ട് ഓഫ് ദം. ഭൂമി ഞങ്ങളുടെ ഭാഗമാണ്, എന്താണ്, ഞങ്ങൾ ഭൂമിയുടെ ഭാഗവുമാണ്. മാത്രമല്ല എന്താണ്, ദ ഷൈനിങ് വാട്ടർ ദാറ്റ് ഫ്ലോസ് ഇൻ ദ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ്. അദ്ദേഹം പറയുന്ന വരിയാണ്, നമ്മൾ ഈ ഷൈനിങ് വാട്ടർ, ഞങ്ങളുടെ ഈ സ്ട്രീംസ് അരുവികളിലൂടെയും റിവേഴ്സിലൂടെയും ഒക്കെ ഒഴുകുന്ന ഈ ഷൈനിങ് വാട്ടർ എന്ന് പറയുന്നത് ഈസ് നോട്ട് വാട്ടർ ഫോർ അസ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, അദ്ദേഹം പറയുന്നത് വാട്ടർ ഫോർ ദം, അവർക്ക് എന്തല്ല, വെള്ളമല്ല, ബട്ട് ദ ബ്ലഡ് ഓഫ് ദെയർ ആൻസിസ്റ്റേഴ്സ്, ഇത് ഞങ്ങളുടെ പൂർവികന്മാരുടെ, ഇംഗ്ലീഷാണ് ആൻസിസ്റ്റേഴ്സിന്റെ എന്താണ്, ബ്ലഡ് ആണെന്നാണ് പറയുന്നത് അല്ലേ. ഹി സെസ് ദാറ്റ് ഓൾ ദ ലിവിങ് ആൻഡ്, അദ്ദേഹം പറയുന്ന വരിയാണ്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതും ആൻഡ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ഈ ഭൂമിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം തന്നെ, ഇൻ ദ എർത്ത്, ഈ ഭൂമിയിലുള്ള എല്ലാം തന്നെ ആർ ദെയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണെന്ന്. അപ്പോൾ അനോട്ടേഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാണ് ദ ഷൈനിങ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം പറയുന്നതാണ്, ഈ ഭൂമിയിലുള്ള എല്ലാം തന്നെ ഞങ്ങൾക്ക്, ഭൂമിയിലുള്ള എല്ലാം ഞങ്ങളെ ആരെ ഓർപ്പിക്കുന്നു, ഞങ്ങൾ ഈ ഭൂമിയിലുള്ള എന്ത് കണ്ടാലും, ഇപ്പോൾ ഭൂമിയിലുള്ള എയർ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ഫോർഫാദേഴ്സിനെ എന്താണ് ഓർമ്മിക്കുന്നത്, അതായത് ഞങ്ങളുടെ ഫോർഫാദേഴ്സ് പുറത്തേക്ക് വിട്ട വായുവാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോർഫാദേഴ്സിന്റെ ഉച്ഛ്വാസവായുവാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയില്ലേ. മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും കാണുമ്പോഴും ഞങ്ങളുടെ പൂർവികരെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഈ വെള്ളം നിങ്ങൾ കണ്ടോ, ഈ വെള്ളം ഒരിക്കലും ഞങ്ങൾക്ക് വെള്ളമല്ല, പകരം ദ ബ്ലഡ് ഓഫ് അവർ ആൻസിസ്റ്റേഴ്സ്, ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലഡാണ്. അപ്പൊ ഈ അനോട്ടേഷൻസ് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. 1 മിനിറ്റ് സമയം മാത്രമേ തരൂ. ക്ലാസ് ഇറങ്ങുമ്പോൾ
ഉണ്ടോടെ ആർക്കെങ്കിലും ഒന്നാമത്തെ അനോട്ടേഷൻ ഡൗട്ട് ഉണ്ടാവും? ഒന്നാമത്തെ അനോട്ടേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ വീണ്ടും പറഞ്ഞുതരും. ഏതായാലും അത് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഒന്നാമത്തെ അനോട്ടേഷൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അനോട്ടേഷനാണ് ഒന്നാമത്തെ അനോട്ടേഷൻ. നല്ലോണം പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, അനോട്ടേഷൻ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ അനോട്ടേഷൻ ഞാൻ പറയാണ്, അത് കഴിഞ്ഞിട്ട് ഇനി നോക്കാം. നോക്കിക്കോളൂ. ഐ ആം എ റെഡ് മാൻ ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഇതിൽ എല്ലാ അനോട്ടേഷനും സ്ഥിരമായിട്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ വർഷം ചോദിക്കുന്നത് ഷൈനിങ് വാട്ടർ ആണെങ്കിൽ അടുത്ത വർഷം ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഈ വരി ചോദിക്കും. ഐ ആം എ റെഡ് മാൻ ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഈ വരി കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഐ ആം എ റെഡ് മാൻ, ഞാനൊരു റെഡ് മാൻ ആണ്, അതുകൊണ്ട് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വൈറ്റ് മാന്റെ നേതാവായ ദ ഗ്രേറ്റ് ചീഫ് ഇവരോട് ഭൂമി ആവശ്യപ്പെട്ടപ്പോൾ ഇവരോട് പറഞ്ഞ ഡയലോഗ് ഇതാണ്: നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് സിവിലൈസ്ഡ് ആയിട്ട് ആൾക്കാരായിട്ട് ജീവിക്കൂ എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ് മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളെയും മണ്ണിനെയും സ്നേഹിക്കുന്നില്ല. അവരുടെ പ്രത്യേകത എല്ലാത്തിനും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഏത് മൃഗത്തെ കണ്ടാലും തിന്നുന്നു. നല്ല പൂത്തു നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം വെട്ടിക്കളയുന്നു. ഇതൊക്കെയാണ് അവരുടെ സ്വഭാവം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഇവര് സത്യത്തിൽ അവര് പറയുന്ന അവര് സിവിലൈസ്ഡ് ആണെന്നാണ്, അതായത് അവര് സംസ്കാരമുള്ളവരാണെന്ന്. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവരെല്ലാം സംസ്കാരമുള്ളത്, പകരം ഇതിനെല്ലാം സ്നേഹിക്കുന്ന ഇവരാണെന്ന്. മനസ്സിലായ? റെഡ്മാന്റെ ഗ്രൂപ്പാണെന്ന്. അപ്പൊ അതാണ് ആ വരി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ ഒന്നായിട്ട് ഓർമ്മിച്ചു വയ്ക്കുക. ഐ ആം എ റെഡ് മാൻ ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാനൊരു റെഡ് മാൻ ആയതുകൊണ്ടാവാം എനിക്ക് മനസ്സിലാവാത്തത്, അല്ലേ? ഞാനൊരു റെഡ് മാൻ ആയതുകൊണ്ടാവാം എനിക്ക് മനസ്സിലായത്. പക്ഷെ അതൊരു ആ പറയുന്നതിലൊരു കുത്തുണ്ട്. നമ്മൾ കുത്തി പറയുകയെന്ന് പറയില്ലേ, ഞാനൊരു റെഡ് മാൻ ആയതുകൊണ്ടാവാം നിങ്ങളുടെ സംസ്കാരമൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒട്ടും സംസ്കാരം ഇല്ല, മണ്ണിനെയൊക്കെ സ്നേഹിക്കുന്നത് ഞങ്ങൾക്കാണ് സംസ്കാരമുള്ളത്, ഇത്രയും ബോധമില്ലാത്തവരാണ് നിങ്ങൾ എന്നാണ് ചീഫ് സീറ്റിൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ചു വെച്ചാൽ. അപ്പോൾ ആ അനോട്ടേഷൻ ഒന്ന് വായിക്കുന്നു. ചീഫ് സീറ്റിൽ അസേർട്സ് ദാറ്റ്, ചീഫ് സീറ്റിൽ പറയുന്നത് അസേർട്ട് ചെയ്യുക, പറയുക, ഊന്നി പറയുക. The ways of red man are entirely different from those of the white man. ഈ ആരുടെ റെഡ് മാന്റെ രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ രീതികളിൽ നിന്നും വളരെ വ്യത്യാസമാണ്, വൈറ്റ് മാന്റെ രീതികളിൽ നിന്നും വളരെ വ്യത്യാസമാണ്. റെഡ് മാന്റെ രീതികൾ വൈറ്റ് മാൻ രീതികളിൽ നിന്നും വളരെ വ്യത്യാസമാണ്. വൈറ്റ് മാന്റെ രീതികൾ റെഡ് മാൻ രീതികളിൽ നിന്നും വളരെ വ്യത്യാസമാണ്. ദ സൈറ്റ് ഓഫ് ദ വൈറ്റ് മാൻ സിറ്റീസ്, ഈ വൈറ്റ് മാൻ നിൽക്കുന്ന സിറ്റികളുടെ, വൈറ്റ് മാൻ്റെ താമസിക്കുന്ന സിറ്റികളിലെ സൈറ്റിന്റെ സൈറ്റ്സ് എന്ന് ഉദ്ദേശിച്ചത് കാഴ്ചകളാണ് കേട്ടോ. കാഴ്ചകളെല്ലാം തന്നെ പെയിൻസ് ദ ഐസ് ഓഫ് ദ റെഡ് മാൻ, പെയിനിയെ വേദനിപ്പിക്കുക. അത് പറയുന്നതാണ്, വൈറ്റ് മാന്റെ സിറ്റികളിലെ കാഴ്ചകളെല്ലാം തന്നെ മരങ്ങൾ വെട്ടിമുറിച്ച് കളയുന്നതും മൃഗങ്ങളെ കൊന്നെടുക്കുന്നതുമായ ഈ കാഴ്ചകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും തങ്ങളുടെ കണ്ണുകളെ വേദനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ദ സൈറ്റ് ഓഫ് ദ വൈറ്റ് മാൻ സിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് മാന്റെ സിറ്റികളെ കാഴ്ചകളെല്ലാം തന്നെ പെയിൻസ് ദ ഐസ് ഓഫ് ദ റെഡ് മാൻ. മനസ്സിലായ? കണ്ണുകളെ വളരെയധികം വേദനിപ്പിക്കുന്നു. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ രീതികൾ ഞങ്ങൾക്കും വളരെ വ്യത്യസ്തമാണ്. There is no quiet place in white man cities. വൈറ്റ് മാന്റെ സിറ്റികളിൽ ക്വയറ്റ് പ്ലേസ്, ശാന്തമായ നന്മയുള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ ശാന്തമായ സൗമ്യമായ പ്രദേശങ്ങൾ ഒന്നും തന്നെ കാണാൻ കഴിയില്ല വൈറ്റ് മാൻ സിറ്റീസ്. എന്താണ് അടുത്തത്? റെഡ് മാൻ ലവ്സ് ദ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് സൗണ്ട് ഓഫ് നേച്ചർ. റെഡ് മാന്റെ പ്രത്യേകത എന്താണ്? ഭൂമിയിലെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് സൗണ്ട് എന്ന് പറയും. പക്ഷികൾ കരയുന്നതും മരങ്ങൾ ആടി ഉലയുന്നതുമായ ചെറിയ ചെറിയ സൗണ്ടുകൾ റെഡ് മാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും സ്നേഹിക്കാൻ അറിയാവുന്നത് കൊണ്ട് അവർക്ക് വളരെ ഇഷ്ടമാണ്. ലൈക്ക് അൺഫേർലിംഗ് ഓഫ് ലീവ്സ്, മുകുളങ്ങൾ വിടരുക എന്ന് പറയും. മുകുളങ്ങൾ വിടരുന്നതും ഇൻ ദ സ്പ്രിംഗ്, എവിടെ? സ്പ്രിംഗ് സീസണില് മുകുളങ്ങൾ വിടർന്നു വരുന്ന മനോഹരമായ രംഗം വൈറ്റ് മാന് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, റെഡ് മാന് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ആൻഡ് ഇൻസെക്ട് വിങ്സ്. എന്താ റെസ്റ്റ് എന്ന് വെച്ചാൽ ചിറകടി. ഇൻസെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളെ വിളിക്കുന്ന പേരാണ്. ചെറു പ്രാണികളെന്നാണ് അർത്ഥം. ഇവിടുത്തെ പക്ഷികളുടെ ചിറകടി ശബ്ദം ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഇയാൾ പറയുന്നത് കേട്ടോ. മാത്രമല്ല ലൈഫ് ഇറ്റ് വിൽ ബി മീനിങ്ലെസ്, എന്താണ്, വിത്തൗട്ട് ഹിയറിംഗ് ദ ലോൺലി ക്രൈ ഓഫ് വിപ്പുവർ വിൽ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വിപ്പുവർ വിൽ എന്ന് പറയുന്ന അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്. വിപ്പുവർ വിൽ എന്ന് പറഞ്ഞ പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ ലാമൻ അപ്പഴെ വെട്ടിക്കൊന്ന് അറിയിച്ചു പറയും. അതാണ് ഈ. അപ്പോൾ ഇതിനോട് അദ്ദേഹം പറയുന്നത് ലൈഫ് വിൽ ബി മീനിങ്ലെസ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മീനിങ്ലെസ്, അർത്ഥമില്ലാതെയായി മാറും ഏതിന്റെ കരച്ചിലില്ലെങ്കിൽ, കേൾക്കാതിരുന്നാൽ. വിപ്പുവർ വിൽ എന്ന് പറയുന്ന പക്ഷിയുടെ മനോഹരമായ കരച്ചിൽ കേൾക്കാതിരുന്നാൽ, എന്ന് വെച്ചാൽ വെട്ടിക്കൊല്ലുമ്പോൾ കരച്ചിലല്ല, അതിന്റെ ആ മനോഹരമായ കരച്ചിൽ കേൾക്കാതിരുന്നാൽ ജീവിതം എന്തിനു കൊള്ളാം? അതിനെപ്പോലും കൊന്നെടുക്കുന്ന നിങ്ങൾ ഞങ്ങളുടെ ആശയത്തോട് എങ്ങനെ യോജിക്കും?
എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ അത് പറഞ്ഞു ഓർ ദ ആർഗ്യുമെന്റ്സ് ഓഫ് ഫ്രോഗ്സ് അറൌണ്ട് ദ പോണ്ട് അറ്റ് നൈറ്റ്. രാത്രിയില് ഇവിടെ ഈ പോണ്ടില് കുളത്തില് ഫ്രോഗുകൾ തവളകൾ ആർഗ്യുമെന്റ് ചെയ്യുക കരയുക, മലയാളത്തിൽ അത്രേ ഉള്ളൂ. ഫ്രോഗിന്റെ എന്താണ് കരച്ചിലൊക്കെ രാത്രിയില് ഫ്രോഗിന്റെ കരച്ചിലും അതുപോലെ തന്നെ വിപ്വർവിൽ എന്ന് പറയുന്ന പക്ഷിയുടെ ആ ഒരു കരച്ചിലും ഒക്കെ കേൾക്കാത്ത ജീവിതം എന്തിനു കൊള്ളാം എന്നാണ് ആര് പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഐറോണിക്കലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുത്തി പറയുന്ന ഒരു ഡയലോഗാണ്, ഞാനൊരു അപരിഷ്കൃതനായതുകൊണ്ടാകും എനിക്ക് നിങ്ങളുടെ ഈ രീതികളൊന്നും മനസ്സിലാവാത്തത് എന്ന്. ആ ഡയലോഗ് അദ്ദേഹം പലതവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ പാഠത്തിൽ. അപ്പോൾ ഈ രണ്ട് അനോട്ടേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടാമത്തെ അനോട്ടേഷൻ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അവർ ഐ എം എ റെഡ് മാൻ ആൻഡ് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ റെഡ് മാൻ ആയതുകൊണ്ടാവാം എനിക്ക് ഒരിക്കലും നിങ്ങളുടെ രീതികൾ മനസ്സിലാവാത്തത്. കാരണം റെഡ്മാന്റെ രീതികളും ദ വേസ് ഓഫ് ദ റെഡ് മാൻ ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ വേസ് ഓഫ് ദ വൈറ്റ് മാൻ. രണ്ടുപേരും രീതികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊമാരെ എല്ലാത്തിനെയും കൊന്നൊടുക്കുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ സിറ്റികളിലെല്ലാം നല്ല കാഴ്ചകൾ കാണാം. നിങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിന്റെ പോണ്ടില് തവളയുടെ കരച്ചില്ലാത്ത പോണ്ട് എന്തിനു കൊള്ളാം, വിപ്വർവിൽ എന്ന് പറഞ്ഞ പക്ഷിയുടെ കരച്ചിൽ കേൾക്കാത്ത ജീവിതം എന്തിനു കൊള്ളാം, ഇതിനൊന്നും ഇഷ്ടപ്പെടാത്ത നിങ്ങൾ എന്താണ് ഈ പറയുന്നതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം അവസാനം പറയുന്നത്, ഏറ്റവും അവസാനം പറയുന്ന കാര്യമല്ല, നിങ്ങളുടെ ഈ രീതികളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവാത്തതിന്റെ കേസ് ചിലപ്പോൾ ഞാനൊരു എന്താണ് പാവപ്പെട്ടവനല്ലേ, അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഈ രീതികൾ എനിക്ക് മനസ്സിലാവാത്ത. ഈ അനോട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് അത് അനോട്ടേഷൻ കൂടി ശ്രദ്ധിച്ചു വായിച്ചു കൊടുക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഏതെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്ത പറയണ്ട. അടുത്ത അനോട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഫോർ വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ് സൂൺ ഹാപ്പൻസ് ടു മാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് എന്താണോ, ബീസ്റ്റ് എന്ന് വെച്ചാൽ മൃഗങ്ങൾ അല്ലേ. വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ്, മൃഗങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്താണോ സംഭവിക്കുന്നത്, വിൽ ഹാപ്പൻ ടു മാൻ, അത് തന്നെ ഒരിക്കൽ ആർക്ക് സംഭവിക്കും, മനുഷ്യന് സംഭവിക്കും. ചീഫ് സീറ്റ് ദ ലീഡർ ഓഫ് റെഡ് മാൻ ടെൽസ് ദാറ്റ്, പറയുന്നത് ഇഫ് ഹി സെൽസ് ദ ലാൻഡ് ടു ദ വൈറ്റ് മാൻ, അല്ലയോ വൈറ്റ് മാനെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ഭൂമി തരികയാണെങ്കിൽ ഹി വിൽ മേക്ക് വൺ കണ്ടീഷൻ. അദ്ദേഹം പറയുന്നത് ഞാനൊരു കണ്ടീഷൻ വയ്ക്കും, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഭൂമി തരാം, എന്നാൽ പക്ഷെ ഞാൻ കണ്ടീഷൻ വയ്ക്കും. എന്താണ് കണ്ടീഷൻ എന്ന് നോക്കിയാൽ എന്താണെന്ന് അറിയാമോ? എന്താണ് കണ്ടീഷൻ? ദേ ഷുഡ് കൺസിഡർ ദ അനിമൽസ് ആർ ദെയർ ബ്രദേഴ്സ്. നിങ്ങൾ ആരാ, നമ്മുടെ ഈ അനിമൽസിനെ എല്ലാം തന്നെ, മൃഗങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ മൃഗങ്ങളെ എല്ലാം തന്നെ ഏതിനെ പോലെ, ബ്രദേഴ്സിനെ പോലെ കണ്ട് അവയെ പരിചരിക്കുമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വിട്ടുതരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, യു ഷുഡ് കൺസിഡർ ദ ആനിമൽസ് ആസ് യുവർ ബ്രദേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സ് ആയിട്ട് ഈ ആനിമൽസിനെ കാണണം അല്ലേ. ആൻഡ് ദ ആനിമൽസ് വെയർ, ഇഫ് ഓൾ ദ ആനിമൽസ് വെയർ ഡെഡ് മാൻ വുഡ് ഡൈ ഫ്രം ദ ലോൺലിനെസ് ഓഫ് സ്പിരിറ്റ്. സത്യം, വളരെ വലിയ സത്യമാണത്. എന്താ അർത്ഥം? ഇഫ് ഓൾ ദ ആനിമൽസ് വെയർ ഡെഡ്, ഈ ഭൂമിയിൽ നിന്നും ആനിമൽസ് എല്ലാം തന്നെ നശിച്ചു പോവുകയാണെങ്കിൽ മാൻ വുഡ് ഡൈ, മനുഷ്യനും നശിച്ചു പോകും. എന്താണ്? ഫോർ ദ ലോൺലിനെസ് ഓഫ് സ്പിരിറ്റ്. എന്താണ് ലോൺലിനെസ്? ഒറ്റപ്പെടൽ കാരണം മനുഷ്യനും ഇതായിപ്പോകും. മനസ്സിലായ? ഭൂമിയിൽ നിന്നും അനിമൽസ് എല്ലാം തന്നെ നശിച്ചു പോവുകയാണെങ്കിൽ ലോൺലിനെസ് ഓഫ് സ്പിരിറ്റ് കൊണ്ട്, ഒറ്റപ്പെടലിന്റെ ആ ഒരു കാര്യം കൊണ്ട് മനുഷ്യനും നശിക്കും. ഈ മീൻസ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ് സൂൺ ഹാപ്പൻസ് ടു മാൻ. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണോ മനുഷ്യന് സംഭവിക്കുന്നത് അത് തന്നെ ആർക്ക് എന്താണോ അനിമൽസിന് സംഭവിക്കുന്നത് അതെല്ലാം തന്നെ മനുഷ്യന് സംഭവിക്കും. കാരണം ബിക്കോസ് ഓൾ തിങ്സ് ഇൻ ദ എർത്ത് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. എല്ലാ സംഭവങ്ങളും ഈ ഭൂമിയിലെല്ലാം, മനുഷ്യനും മൃഗങ്ങളും പിന്നെ മരങ്ങളും
പക്ഷികളും ഈ ഭൂമിയിലുള്ള എല്ലാം തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടെന്ന് പറയും അല്ലെ. എല്ലാം തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഒരു ഗ്രൂപ്പ് പൂർണ്ണമായിട്ട് നശിച്ചു പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് മരങ്ങൾ മുഴുവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ മനുഷ്യൻ നശിക്കും അല്ലേ. ഇവയെല്ലാം തമ്മിൽ ഇന്റർ കണക്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഓൾ തിങ്സ് ആർ കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഇഫ് ദ കണക്ഷൻ ഈസ് ബ്രോക്കൻ, ആ കണക്ഷൻ തമ്മിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്രോക്കൻ മാൻ വിൽ ഡെഫിനറ്റ്ലി സഫർ. മനുഷ്യൻ ഉറപ്പായിട്ടും സഫർ, കഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ചീഫ് സീറ്റിൽ റിവീൽ ചെയ്ത് പറയുന്നത് യൂണിറ്റി ഓഫ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ആ അനോട്ടേഷൻ നിങ്ങൾ ഈ അനോട്ടേഷൻ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ഈ അനോട്ടേഷനാണ് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കേണ്ടത്. ഈ 3 എണ്ണത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കേണ്ട ഈ അനോട്ടേഷനാണ്. കാരണം ആ അനോട്ടേഷൻ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിറ്റി ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ഈ ഭൂമിയിലെ എല്ലാ മരങ്ങളും മനുഷ്യനും പക്ഷികളും പാറകളും എന്തോ ആയിക്കോട്ടെ എല്ലാം തമ്മിലുള്ള ഒരു യൂണിറ്റി ഓഫ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ആണ് പറയുന്നത്. ഈ 3 അനോട്ടേഷൻ സ്ഥിരമായിട്ട് പരീക്ഷയിൽ ചോദിക്കാറുള്ളതാണ്. മാത്രമല്ല അടുത്തൊരു വെബിന്റെ കേസുകളുണ്ട്, അതും ഈ അനോട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിൽ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും ഈ പാഠത്തിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. മാത്രമല്ല ഇതിന്റെ എസ്ഐ ഇനി എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് ഇത്രയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ അനോട്ടേഷൻ എന്താണ്? ഷൈനിങ് വാട്ടറിന്റെ കേസ്. രണ്ടാമത്തെ അനോട്ടേഷൻ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഐ എം എ റെഡ് മാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ അനോട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ പറഞ്ഞതാണ് എല്ലാത്തിനും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ. ഭൂമിയിലും മനുഷ്യർക്ക് എന്ത് സംഭവിക്കും, ആർക്കെന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇതിന് ആർക്കാണ്, മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു മനുഷ്യർക്കും അത് തന്നെ സംഭവിക്കുന്നു എന്നുള്ള ആ ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നു. ആ പോയിന്റ് വെച്ചാണ് വാട്ട് എവർ ഹാപ്പൻസ് ടു ദ ബീസ്റ്റ് സൂൺ ഹാപ്പൻസ് ടു മാൻ. ബീസ്റ്റുകൾക്ക് അഥവാ മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവോ അത് തന്നെ മനുഷ്യന് സംഭവിക്കുന്നു പറയുന്ന അനോട്ടേഷൻ. ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇനി അടുത്ത അനോട്ടേഷൻ ഉണ്ട് വെബിന്റെ കേസ്. ഭൂമി എന്ന് പറയുന്ന ഒരു വലയാണ്. ആ വലയ്ക്കകത്ത് ഇരിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പ് മാത്രമാണ് മനുഷ്യൻ. ആ അനോട്ടേഷനും ആ അനോട്ടേഷനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഇപ്പോൾ പഠിച്ചതുമായിട്ട് ബന്ധമുണ്ട് ഇല്ലേ. ഭൂമിയിൽ എല്ലാം തമ്മിലൊരു ബന്ധമുണ്ട്. അതിൽ നിന്നും ഒരു ഭൂമിയിൽ നിന്ന് എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ഒന്ന് നശിച്ച് മറ്റൊന്ന് നശിക്കും, അതല്ലേ അതിൻ്റെ കാര്യം. അപ്പോൾ അതും ഈ 3 അനോട്ടേഷനാണ് ഇതിന് ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കാതെ. എന്നിട്ട് ഇതിൻ്റെ എസ്ഐ കൂടെ നോക്കിയിരിക്കുക. ഇന്ന് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റിനും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. അടുത്ത നമുക്ക് 11:30 മുതൽ അടുത്ത ഇതിലോട്ട് പോകേണ്ടതുണ്ട്. അതാണ് ഗ്രാമർ പാർട്ടിലോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് 5 മിനിറ്റും കൂടെ ബാലൻസ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. ഇനി ഈ ചാപ്റ്റർ ഞാൻ ഒരിക്കലും പറയൂല. ഓക്കെ, അടുത്ത ദിവസം ഇതുപോലെ നമ്മൾ ഈ ചാപ്റ്ററിലെ സിനോണിംസ് ഒന്ന്, ആ ചാപ്റ്ററിലെ സിനോണിംസ് ഒന്ന് ആദ്യത്തെ പറയണേ. എന്തായിരുന്നു സിനോണിംസ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യോ സിനോണിംസ് ഏതായിരുന്നു? ഫോണിൽ അത് കിടക്കൂല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ മീനിങ് പറയാം. അതിനകത്ത് വരുന്ന സിനോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാച്ചർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് ക്ലാച്ചർ എന്നുള്ള സിനോണിം അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതിനകത്ത് റാറ്റിൽ എന്നാണ് ശബ്ദം. ക്ലാറ്റർ അതിനകത്ത് വരുന്ന സിനോണിമാണ്. അതിൻ്റെ ഒന്ന് മൈക്കോണൊക്കെയാണ് ഓഡിയോ. അതിന് അതിനകത്ത് ആദ്യത്തെ സിനോണിം എന്ന് പറഞ്ഞാണ് ഏത്? ടെക്സ്റ്റ് ആരുടെ കയ്യില്ലേ? മറ്റേ കുഞ്ഞു ബുക്കും ഇല്ല, ഒന്നുമില്ല അതിൻ്റെ കയ്യിൽ. ക്വെഞ്ച് അതവിടെ ഒരാൾ പറഞ്ഞു കീർത്തി. ക്വെഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശമിപ്പിക്കുക. എന്താണ് ശമിപ്പിക്കുക എന്നാണ് അതിന്റെ മലയാളം. അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വേർഡ് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ ക്വെഞ്ചിന് ശമിപ്പിക്കുക എന്നാണ് മലയാളം. എന്തെങ്കിലും ക്വെഞ്ചുക എന്ന് വെച്ചാൽ ശമിപ്പിക്കുക. അത് നമ്മൾ വേറൊരു വേർഡ് അവിടെ പഠിച്ചായിരുന്നു. എല്ലാവർക്കും ഈ ഫുള്ള് സിനോണിം ഞാൻ എഴുതി തന്നേലേ. ഇതിന്റെ ഏതൊക്കെയാണ് ആദ്യമുള്ള എല്ലാ സിനോണിം എഴുതി തന്നേലേ. ഒന്നാമത്തെ ക്വെഞ്ച്, അതൊക്കെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഡെവർ വിഴുങ്ങുക, സ്വാലോ എന്നാണ് അർത്ഥം. രണ്ടാമത്തെ ഡെവർ വിഴുങ്ങുക, സ്വാലോ എന്നാണ് അർത്ഥം കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട്. ഡെവർ വിഴുങ്ങുക, അതിന്റെ വേറൊരു വാക്കാണ് സ്വാല. അടുത്ത ക്ലാറ്റർ എന്ന് വെച്ചാൽ അത് റാറ്റിൽ എന്നാണ് അർത്ഥം. RATTL, റാറ്റിൽ. സിനോണിം മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത ബിഫോൾ എന്ന് വെച്ചാൽ സംഭവിക്കുക, ഹാപ്പൻ എന്നർത്ഥം. ബിഫോൾ എന്ന് വെച്ചാൽ സംഭവിക്കുക, ഹാപ്പൻ എന്നർത്ഥം. ബിഫോൾ. കണ്ടംപ്റ്റ് എന്ന് വെച്ചാൽ പുച്ഛിക്കുക, സ്കോൺ. അതിന്റെ ഇംഗ്ലീഷാണ് സ്കോൺ.
കണ്ടംപ്റ്റ് പുച്ഛിക്കുക, സ്കോൺ SCORN എഴുതിയിട്ടുള്ള സ്കോൺ ചെയ്യുക. അപ്പോൾ ഇപ്പൊ എത്രയാണ് പറഞ്ഞത്? സഫോക്കേറ്റ്, കഷ്ടപ്പെടുക. സഫോക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടുക എന്നർത്ഥം. അതൊന്നും ഇതിനകത്ത് വരുന്നതല്ല. സഫോക്കേറ്റ് ചെയ്ത് ശ്വാസം മുട്ടുക എന്നർത്ഥം. ആദ്യം മുതലുള്ള പറയുകയാണെങ്കിൽ ബ്ലോട്ട് ഇതിനകത്ത് വരുന്നതാണ്. അത് ഇതിനകത്ത് വരുന്നതല്ല. ബ്ലോട്ട് എന്നുള്ള വാക്ക് ഇതിനകത്ത് വരുന്ന 6 സിനോണിമേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് 6 സിനോണിമേ ചോദിക്കുകയുള്ളൂ. അതിൽ ഒരെണ്ണമാണ് ആദ്യം പറഞ്ഞത്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുകൂടെ ഞാൻ പറയാം. കണ്ടംപ്റ്റ്, അത് പലപ്പോഴും പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. കണ്ടംപ്റ്റ് പുച്ഛിക്കുക എന്നാണ് മലയാളം. അത് സ്കോൺ ആണ് ആൻസർ. SCORN. കണ്ടംപ്റ്റ് സ്കോൺ ഈ രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. അത് ഉറപ്പായിട്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ചെയ്യുക. പിന്നെ ഡെവർ വിഴുങ്ങുക, അത് സ്വാലോ, അതും ചോദിച്ചിട്ടുണ്ട്. ക്ലാറ്റർ റാറ്റിൽ അതും ചോദിച്ചിട്ടുണ്ട്. ഒന്നെന്താണ് കണ്ടംപ്റ്റ് സ്കോൺ എന്ന് പറയും, പുച്ഛിക്കുക. രണ്ടെന്താണ് ക്ലാറ്റർ റാറ്റിൽ, ശബ്ദം ഉണ്ടാക്കുക എന്നാണ്, ചിലയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഡെവർ വിഴുങ്ങുക, അതാണ് അതിൻ്റെ അർത്ഥം, ഡെവർ ചെയ്യുക. പിന്നെ ഏതോ കിന്ന, നീ ഏത് മെസ്സേജ് അയച്ചു ചോദിക്കും. ഡെവർ എന്ന് വെച്ചാൽ മലയാളം വിഴുങ്ങുക, ഡെവർ വിഴുങ്ങുക. അതിന്റെ കറക്റ്റ് വേർഡാണ് സ്വാലോ, SWALLO, സ്വാലോ ചെയ്യുക. അല്ലെങ്കിൽ ഗോബിൾ എന്നും പറയും. GOBLE, ഗോബിൾ പഠിച്ചാൽ മതി. സ്വാലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഠിച്ചു. സ്വാലോ ചെയ്യുക. എനിക്കൊന്ന് സ്വാലോ ആയിരിക്കും, നിങ്ങൾ കേട്ടില്ല വാക്ക്. സ്വാലോ വിഴുങ്ങുക. ഡെവർ എന്ന് വെച്ചാൽ വിഴുങ്ങുക. സ്വാലോ അല്ലെങ്കിൽ ഗോബിൾ. പറ. കണ്ടംപ്റ്റ് സിനോണിമാണ് സ്കോൺ എന്ന് പറയും. SCORN, സ്കോൺ ചെയ്യുക, പുച്ഛിക്കുക. തീർന്ന്. ഇത്രയുള്ള ഇതിനകത്ത് വരുന്നത് 6 ചോദിക്കുള്ളൂ. അതിനകത്ത് ഞാൻ പറഞ്ഞ 3 നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ട് ഞാൻ പറയാം. കണ്ടംപ്റ്റ് സ്കോൺ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. ഡെവർ സ്വാലോ ചോദിച്ചിട്ടുണ്ട്. ക്ലാറ്റർ റാറ്റിലും ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ചോദിച്ചിട്ടുള്ള വേർഡുകൾ. ഏത് ചോദിക്കുന്നത് എനിക്ക് പറഞ്ഞോളൂ. കാരണം ഇത്രയും അവർ തന്നിരിക്കുന്നത് ഏത് വേണോ ചോദിക്കാൻ വേണ്ടിയാണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈ പാടത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു തീർക്കണം. ഇനി ഞാൻ പാഠം പറയില്ല. ചീഫ് സീറ്റിൽ ആരാണെന്ന് അദ്ദേഹത്തിന് എന്താണെന്ന് ഡുവാമിഷ്, അദ്ദേഹത്തിന്റെ കാസ്റ്റൊക്കെ ഓർമ്മിച്ച് വെച്ചിരിക്കണം. അതൊക്കെ അത് എഴുതാൻ ബാധ്യത എഴുതണം. ഡുവാമിഷ് ആൻഡ് അതർ പസഫിക് ട്രൈബ്സ് എന്ന് പറയും. ഡുവാമിഷ് അതൊക്കെ പഠിച്ചു. എഴുതാൻ നേരത്തെ സ്പെല്ലിങ് ദയവ് നിങ്ങൾക്ക് പലർക്കും സെക്കൻഡ് ഇയറിലുള്ള പലർക്കും കിട്ടാത്തതിൻ്റെയൊക്കെ മെയിൻ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുന്ന സ്പെല്ലിങ് ഡുവാമിഷ് എന്ന് എഴുതുന്നത് ഡോക്ടർ എന്നാണ് എഴുതുന്നത്. പല സ്പെല്ലിങ് എന്തെങ്കിലും വായിപ്പണമെന്ന് എഴുതി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് മെയിൻ കിട്ടാത്തത്. ഇനി എന്ത് ഡൗട്ടെന്ന് ചോദിച്ചത് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. 1 മിനിറ്റ് കൂടെ ഉള്ളു. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറെ പേരൊക്കെ ചോദിച്ച് ആൻസർ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. നോ ഡൗട്ട്. അപ്പോൾ ആർക്കും ഇല്ലല്ലോ. ഇനി ആർക്കും ഉണ്ടെങ്കിൽ ചോദിക്കും. എന്നാൽ നമുക്ക് അടുത്തതിലോട്ട് പോകാനാണ്. ഇതാ ഗ്രാമർ പോർഷനിലെ കുറെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അയച്ചെന്നാണ് ഗ്രാമറിന്റെ സാറ്. അടുത്ത സെക്ഷൻ ഗ്രാമറാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിപ്പോ പറയാം. ചോക്ക് വേണം. ചോക്കുകളുണ്ട്. ഗ്രാമറിൽ ഞാൻ കാര്യം പറയട്ടാ. അടുത്ത ഗ്രാമറാണ്. ഗ്രാമറിൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഗ്രാമർ കാര്യം ചെയ്തത് പ്രീവിയസ് ക്വസ്റ്റ്യനിലുള്ള കുറെ ക്വസ്റ്റ്യൻ പറയണോ അത് പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കട്ടെ.
ഗ്രാമർ പോർഷനിൽ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, ഞാൻ പറയുന്ന പോയിന്റ് അത് ശ്രദ്ധിച്ചോളണം. BA ഫസ്റ്റ് ഇയറിനല്ലേ ഗ്രാമർ, അതിനകത്ത് 75 മാർക്കിന് ഗ്രാമറും 25 മാർക്കിന് വുദറിംഗ് ഹെയ്റ്റ്സ് എന്ന് പറയുന്ന സംഭവം, അറിയാലോ വുദറിംഗ് ഹെയ്റ്റ്സ്. ഇനി സെക്കൻഡ് ഇയർ BCom ആണല്ലോ ഗ്രാമർ, അതിൽ അവർക്ക് 75 മാർക്കിന് ഗ്രാമറും 25 മാർക്കിന് നമ്മുടെ 3 ഡോമിന്ന് 6 ചാപ്റ്ററുകൾ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യം ഞാൻ BA ഗ്രാമറിൻ്റെ പോർഷൻ പറയുന്നത്, രണ്ടുപേർക്ക് ഒരേ പോർഷൻ തന്നെ, എങ്കിലും BCom ചെറിയൊരു വ്യത്യാസം വരും. എന്താണെന്ന് ചോദിക്കണമെങ്കിൽ അത് അല്ലാതെ ആഡ് ചെയ്യുക, അതാണ് 3 ഡൂം ആഡ് ചെയ്ത് തരും, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ചോദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യത്തെ സെക്ഷൻ, ഇപ്പോൾ BA ആദ്യത്തെ സെക്ഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ആദ്യത്തെ സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എസ് എഴുതാനായിരുന്നു. എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വുദറിംഗ് ഹെയ്റ്റ്സിനെ പറ്റി എസ് എഴുതാനായിരുന്നു. വുദറിംഗ് ഹെയ്റ്റ്സിനെ പറ്റി എപ്പോഴും ചോദിക്കും, ഒരു എസ് ചോദിക്കും. ആ ഒരു എസ് ഞാൻ തന്നിട്ടുണ്ട്, ആ എസ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ആ എസ് മസ്റ്റായിട്ട് എല്ലാ പരീക്ഷയും ചോദിക്കും. എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതുക. ആ എസ് മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. വുദറിംഗ് ഹെയ്റ്റ്സ് എന്ന് പറയുന്ന എസ് അല്ലേ, അത് എന്താണ്, അതിനെ പറ്റിയുള്ള. രണ്ടാമത് എസ്ഐയിൽ ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഹീത്ത് ക്ലിഫിന്റെ ക്യാരക്ടർ സ്കെച്ച്. ഹീത്ത് ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ സ്കെച്ച് കൂടെ പഠിച്ചു വയ്ക്കുക. വുദറിംഗ് ഹെയ്റ്റ്സിൽ ഹീത്ത് ക്ലിഫിന്റെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തായിട്ട് അതിനകത്ത് വരുന്നത്, അപ്പോൾ ഒരു ക്വസ്റ്റ്യനായി 2 ക്വസ്റ്റ്യൻ തരും, ഒരെണ്ണം ആൻസർ ചെയ്യണം. അതിൽ ഒരെണ്ണം നമുക്ക് അറിയാമായിരിക്കും. ഞാൻ തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. ഒന്ന് ഹീത്ത് ക്ലിഫിന്റെ ക്യാരക്ടർ സ്കെച്ച് തന്നിട്ടുണ്ട്, ഒന്ന് വുദറിംഗ് ഹെയ്റ്റ്സിന്റെ എസ് തന്നിട്ടുണ്ട്. ഇത് 2 പഠിച്ചു വെച്ചാൽ അത്രയും മുന്നെയായി, അതായത് 2 പഠിച്ചു വെക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ വുദറിംഗ് ഹെയ്റ്റ്സിലെ ആദ്യത്തെ അത് 15 മാർക്കിനാണ് എസ് ചോദിക്കുന്നത്. ഇനി 10 മാർക്കിന്റെ പ്രത്യേകത 4 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തരും. 4 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തരും. 4 പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ 2 എണ്ണം നമ്മൾ എഴുതണം. 2 എണ്ണം. അതിനകത്ത് ഒരുപാട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്മൾ തന്നിട്ടുണ്ട്. ഒരു 10-12 എണ്ണം ഞാൻ തന്നിട്ടുണ്ട്. ഈ 12 എണ്ണത്തിനകത്ത് നിന്ന് ചോദിക്കുകയായിരുന്നു. അതിൽ ഒരെണ്ണം ക്യാരറ്റ് സ്കെച്ച് ആയിരിക്കും. ക്യാരറ്റ് സ്കെച്ച് ചിലപ്പോൾ കാതറീൻ ആവാം, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഹീത്ത് ക്ലിഫിന്റെ ക്യാരറ്റ് സ്കെച്ച് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ നെല്ലി ആയിരിക്കാം, ക്യാപ്പി ആയിരിക്കാം, ലിൻഡൻ ആയിരിക്കാം, അങ്ങനെ കുറേ ക്യാരറ്റ് സ്കെച്ച്. അതൊക്കെ നമ്മൾ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. ആ നോട്ടിന്റെ രീതിയിൽ തന്നെ പോയാൽ മതി. ഇതാണ് നമുക്ക് 25 മാർക്കിന്റെ വുദറിംഗ് ഹെയ്റ്റ്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ വുദറിംഗ് ഹെയ്റ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വുദറിംഗ് ഹെയ്റ്റ്സ് ചോദിക്കുന്നത് 25 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ 25 മാർക്കിന്റെ 15 മാർക്കിന് ഒരു എസ് ചോദിക്കും. ആ എസ് 2 എസ് ഞാൻ തന്നിട്ടുണ്ട്. ഈ 2 എസ് പഠിച്ചു വെച്ചാൽ അത് മാർക്ക് കിട്ടും. രണ്ടാമത്തെ കേസ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അടുത്ത ചോദിക്കുന്നത് 10 മാർക്കിനാണ്. 4 എണ്ണം തരും, 2 എണ്ണം എഴുതണം. അതിന് ചോദിക്കുന്നത് ആ 2 എണ്ണത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക്യാരറ്റ് സ്കെച്ചുകളും വുദറിംഗ് ഹെയ്റ്റ്സ്, ത്രഷ്കോസ് ഡേഞ്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഓരോരുത്തരും ഇവിടെ എത്തുമ്പോഴുള്ള സംഭവങ്ങൾ, ഏതെങ്കിലും ഇൻസിഡന്റ്, അതൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ എഡ്ഗാറിന്റെ ക്യാരറ്റ് സ്കെച്ച്, അങ്ങനെ കുറേ ചോദിക്കാം. ഏത് വേണം ചോദിക്കാം. അതെല്ലാം നമ്മൾ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എന്നാൽ നിങ്ങൾക്ക് അതിന് 25 മാർക്കിന് എന്ത് പറഞ്ഞാലും 15 കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ആ മാർക്ക് സ്കോർ ചെയ്യാത്തവരാണ് ഗ്രാമറിന് പൊട്ടിപ്പോണത്. അത് എഴുതാച്ചാൽ അത് പഠിച്ചോണ്ട് പോകില്ല. 25 മാർക്കിനുള്ളത് പഠിച്ചോണ്ട് പോകില്ല. അപ്പോൾ അത് ഫസ്റ്റായിട്ട് അത് പഠിച്ചോണ്ട് പോകണം. അത് മൊത്തം ഞാൻ തന്നിട്ടുണ്ട്, നോട്ട്സ് എല്ലാം തന്നിട്ടുണ്ട്, അതെല്ലാം പഠിച്ചോണ്ട് പോകണം. അപ്പോൾ അത് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അത് അടുത്ത പറയട്ടാ. ഒരാർക്കും ഡൗട്ട് ഉണ്ടോ? അത്ര ഇല്ല. അപ്പോൾ അതിലാർക്കും ഡൗട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. 25 മാർക്കിന് ചോദിക്കുന്ന രീതിയിൽ അതെല്ലാവർക്കും അറിയാം. ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ്? ഗ്രാമർ പോർഷൻ. ഗ്രാമർ പോർഷനിൽ 2 ഗ്രൂപ്പുകളുണ്ട്. അത് 2 ഗ്രൂപ്പുകൾ. ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് പാക്കേജ്. 75 മാർക്കിന് ഗ്രാമർ. 75 മാർക്കിന് ഏകദേശം 25 മാർക്കിനാണ് ഗ്രാമർ പ്യുവർ ഗ്രാമർ. ബാക്കി 50 മാർക്കിന് സ്പോക്കൺ ഇംഗ്ലീഷ് പാക്കേജാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് പാക്കേജ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ റൈറ്റിംഗ്, മറ്റേ നമ്മുടെ ഈ കോൺവെർസേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതൊരു കോമൺ സെൻസ് വെച്ച് എഴുതുക എന്ന് ഞാൻ പറയില്ല. കാരണം ഇതിൻ്റെ ഫുൾ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. ആ നോട്ട് നോക്കി ചെറുതെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, 1ാമത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഞാൻ പറഞ്ഞു. 1ാമത്തെ ക്വസ്റ്റ്യൻ എസ് എ ആയിരിക്കും എന്ന് പറഞ്ഞു. 2ാമത് വരുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് പറഞ്ഞു. 2ാമത് വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്ന എന്തായിരിക്കും? ക്യാരറ്റ് സ്കെച്ച് ആയിരിക്കും അല്ലേ? ക്യാരറ്റ് സ്കെച്ച് അല്ല, ഇത് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതാനായിരിക്കും. ഇനി 3ാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പാരഗ്രാഫ് തരും. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനകത്തുനിന്ന് 5 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനകത്ത് 5 ക്വസ്റ്റ്യൻ, ഓരോന്നിനും 2 മാർക്ക്, മൊത്തം 10 മാർക്ക്.
അത് എഴുതുന്നത് നല്ലവണ്ണം വായിച്ച് നോക്കിയിട്ട് മാത്രമേ അത് എഴുതാവൂ. 8ലും 9ലും പഠിക്കുമ്പോൾ എഴുതണമെന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് മാർക്ക് കിട്ടൂല. നല്ല ഭംഗിയായിട്ട് അത് ഓരോരുത്തരുടെയും കപ്പാസിറ്റിയാണ് അത് എഴുതുന്നത്. നന്നായിട്ട് ഭംഗിയായിട്ട് ആദ്യം ആ പാക്കേജിനെ വിളിക്കുന്ന പേര് കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് വിളിക്കും. കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിനുള്ളിൽ നിന്നും ബാക്കി സാധനങ്ങൾ എടുത്തെഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോംപ്രിഹെൻഷൻ പാസേജ് എന്ന് വിളിക്കും. അതാണ് കോംപ്രിഹെൻഷൻ പാസേജ്. കോംപ്രിഹെൻഷൻ പാസേജ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഭംഗിയായിട്ട് അത് വായിച്ചു നോക്കുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അത് മൊത്തം 10 മാർക്കിനുണ്ട്. ഈ ഭംഗിയായിട്ട് എഴുതണമെങ്കിൽ ഉറപ്പായിട്ട് ആ 10 മാർക്ക് നമുക്കൊരു 5-6 മാർക്ക് കിട്ടും. 5-6 മാർക്ക് കിട്ടും അല്ലേ? അപ്പൊ അത് 5-6 മാർക്ക് കിട്ടുമെന്ന് മനസ്സിലായി. ഇത് ഏത് ഇയർ ആണെന്ന് ആടാ ചോദിച്ചു. എത്രയും മണ്ടനായിട്ടുള്ള ഗ്രൂപ്പ് നിറയിക്കൂടാ. അപ്പൊ അതാണ് ഇത്രയും നേരം പഠിപ്പിക്കുന്നത് ഏത് ഇയർ ആണ്. അപ്പോൾ അത് ഡീഫോറസ്റ്റേഷൻ. ഇതിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഡീഫോറസ്റ്റേഷൻ ചോദിക്കാം. ഇതിപ്പോൾ നമുക്കൊരു ഏതെങ്കിലും പാസേജ് തന്നിരിക്കുക ഡീഫോറസ്റ്റേഷൻ ഏതെങ്കിലും, ചിലപ്പോൾ ഡീഫോറസ്റ്റേഷൻ ആയിരിക്കും, ചിലപ്പം പൊല്യൂഷൻ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചോദിക്കും. ഏതെങ്കിലും തന്നിട്ട് കുറേ അതിനെ പറ്റിയൊരു ഇത് തന്നിട്ട് താഴെ 5 ക്വസ്റ്റ്യൻ തന്നിരിക്കും. 5 ക്വസ്റ്റ്യൻ നമ്മൾ ഉത്തരം നമ്മൾ സ്വന്തം കണ്ടുപിടിക്കുക. ഏതെന്ന് ആ പാരഗ്രാഫ് അതൊന്ന് കണ്ടുപിടിക്കുക. അതാണ് ചോദ്യം. ഇനി നമുക്ക് 10 മാർക്കിന് അടുത്തായിട്ട് ചോദിക്കുന്ന അത് 10 മാർക്കായ 10 മാർക്കാണ് 10 മാർക്കാണ് ഓർമ്മിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു 25 മാർക്കിന് പ്യുവർ ഗ്രാമർ ചോദിക്കും. ബാക്കി 50 മാർക്കിന് 10 മാർക്ക് ഈ സാധനം ചോദിക്കും. ഇനി വരുന്നത് റൈറ്റ് എ ലെറ്റർ. ഒന്നുകിൽ ലെറ്റർ എഴുതാൻ ചോദിക്കും. ഉറപ്പാണ് ലെറ്റർ എഴുതാനായിട്ട് 2 രീതിയിലുള്ള ലെറ്റർ ഉണ്ട്. 2 രീതിയിലുള്ള ലെറ്റർ ഉണ്ട്. ഒന്നാമത്തെ ലെറ്ററിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ ലെറ്റർ, 2 ഇമ്പേഴ്സണൽ ലെറ്റർ. 2 ലെറ്റർ എഴുതുന്ന രീതി ഞാൻ തന്നിട്ടുണ്ട്. നോട്ടിൽ വ്യക്തമായിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 2 ലെറ്റർ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനി അടുത്തായിട്ട് ചോദിക്കാൻ പറ്റുന്നത് റിപ്പോർട്ട് എഴുതാനായിട്ട്. റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ട് എഴുതാനായിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും, ഞാൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. സെമിനാർ റിപ്പോർട്ട് എഴുതാനും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനും എല്ലാത്തിനും പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് തരും, ആ കാര്യത്തിനൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കുക. അത് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷ ഈ പരീക്ഷ ചോദിച്ചത്. അതും 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓർമ്മിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് 3 ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കോംപ്രിഹെൻഷൻ പാസേജ് എല്ലാ പരീക്ഷയും ചോദിക്കും. രണ്ടാമത്തെ ലെറ്റർ തയ്യാറാക്കാനായിട്ട് അത് 10 മാർക്ക്. ഇപ്പോൾ 20 മാർക്കായി. അടുത്തത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട്, ഒരു ഫെസ്റ്റിവലിനെ പറ്റി, നിങ്ങൾ സ്കൂളിൽ പറഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിനെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ ആ സംഭവത്തെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്ന് നമ്മൾ പാസ്റ്റിൽ എഴുതാം. റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഏറ്റവും മുകളിൽ ഹെഡിങ് ആയിട്ട് യൂത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലാണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ ഇന്ന വർഷം എഴുതിയിട്ട് താഴെ എന്തെഴുതും, റിപ്പോർട്ട് എന്ന് എഴുതിയിട്ട് നമ്മൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പാസ്റ്റിൽ എഴുതുക. ഇങ്ങനെയൊക്കെ നടന്നു, അങ്ങനെയൊക്കെ നടന്നു, ഇവർക്കാണ് ആ സ്കൂളിലാണ് ഫസ്റ്റ് കിട്ടിയത്, ഈ സ്കൂളിലാണ് ഫസ്റ്റ് കിട്ടിയത്, ഞങ്ങൾക്ക് ഇതിലൊക്കെ ഇത് കിട്ടി. അങ്ങനെ ഓരോ ദിവസവും നടന്നതിനെ പറ്റി എഴുതണം. 10 മാർക്കിനാണ്. ഒരുപാട് എഴുതണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പം 30 മാർക്കിനായി. ഇത് 30 മാർക്കിന് ഇങ്ങനെ ചോദിച്ചു. പിന്നെ ചോദിച്ചിരിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സ്പോക്കൺ ഇംഗ്ലീഷ് പാക്കേജ് ചോദിക്കുന്നു പറഞ്ഞില്ലേ. സ്പോക്കൺ ഇംഗ്ലീഷ് പാക്കേജ് എത്ര മാർക്കിനായി? ഇപ്പം നമുക്കിപ്പം എത്ര മാർക്കിനായി? 10 മാർക്കിനായി, 30 മാർക്കിനായി. ഇനി അടുത്തത് 10 മാർക്കിന് സ്പോക്കൺ ഇംഗ്ലീഷ് പാക്കേജ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഫ്രണ്ടിനെ പറ്റി ഒരു 5 സെന്റൻസ് എഴുതാനായിട്ട് 5 മാർക്ക്. അതെന്തെങ്കിലുമൊക്കെ ചോദിക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് 40 മാർക്ക്. എത്ര? 40 മാർക്കിന് സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പോൾ മൊത്തം 75 മാർക്ക്. നമ്മൾ 25 മാർക്ക് ആദ്യം മാറ്റി വെച്ചു. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മാർക്കാണ്? 75 മാർക്കാണ് ഇനിയുള്ളത്. ഈ 75 മാർക്കിൽ 25 മാർക്ക്, ആദ്യ 100 മാർക്കിൽ 25 മാർക്ക് നമ്മൾ വുലറി എയ്റ്റ്സിന് മാറ്റി വെച്ചു. ഇനി 25 മാർക്ക് പ്യുവർ ഗ്രാമർ. പ്യുവർ ഗ്രാമർ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ എഴുതാൻ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് 25 മാർക്ക് ചോദിക്കും. ഇനിയുള്ള 50 മാർക്ക്. 50 മാർക്ക് ഞാൻ 50 മാർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് 50 മാർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ചോദിക്കില്ല. 40 മാർക്കിനെ ചോദിക്കും. ലെറ്റർ എഴുതാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ 40 മാർക്ക്. 10 മാർക്ക് ഫൊനറ്റിക്സിനാണ്. 10 മാർക്ക് ഫൊനറ്റിക്സിനാണ്. അത് പിന്നെ പറയാം. നമുക്കിവിടെ തന്നിട്ടുള്ള വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ചെയ്യാം. എന്താണ് നമ്മുടെ പ്യുവർ ഗ്രാമറിന്റെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാവർക്കും ബോർഡ് കാണുന്നുണ്ടോ? ബോർഡ് കാണുന്നുണ്ടോടെ? The High Court can grant the bill. ഒരു ചോദ്യം. The High Court can grant the bill. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ തമ്മിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാസീവ് വോയിസ് എഴുതാനാണ്. പാസീവ് വോയിസ് എഴുതാനാണ്. അപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും തീർച്ചയായിട്ടും ഏത് ചോദിക്കും? പാസീവ് വോയിസ് എല്ലാ പരീക്ഷയ്ക്കും ഉറപ്പായിട്ട് ചോദിക്കും. നമ്മൾ പാസീവ് വോയിസ് എഴുതുന്നത് നമുക്ക് നോക്കാം.
എല്ലാ പരീക്ഷയ്ക്കും ഉറപ്പായിട്ട് നേരെ ചോദിക്കും. പാസീവ് വോയിസ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. പാസീവ് വോയിസ് എങ്ങനെയാണ് നമ്മൾ പാസീവ് വോയിസ് എഴുതുമ്പോൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സബ്ജക്റ്റ് വരുന്നത്. പാസീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഭാഗത്ത് ആരെ കൊണ്ടുവരണം, ഒബ്ജക്റ്റ് വരണം. അതായത് നമുക്ക് മനസ്സിലായി ഈ ആദ്യ ഭാഗത്ത് കിടക്കുന്ന ഈ സാധനം ഇത് ഏത് വോയിസ് ആണ്, ഇതൊരു ആക്റ്റീവ് വോയിസ് അല്ലേ. ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ ഈ സാധനം എന്തായിരിക്കും, ഉറപ്പായിട്ട് സബ്ജക്റ്റ് ആയിരിക്കും. ഈ സാധനം എന്തായിരിക്കും, ഉറപ്പായിട്ട് സബ്ജക്റ്റ് ആയിരിക്കും. ആക്റ്റീവ് വോയിസിനാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങോട്ട് മാറ്റാൻ പോകുന്നത്, പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഈ സാധനം എന്തായാലും ഉറപ്പായിട്ട് സബ്ജക്റ്റ് ആയിരിക്കും. ഉറപ്പല്ലേ, സബ്ജക്റ്റ് ആയിരിക്കും. എന്നിട്ട് വെയിലാണ് ഗ്രാൻഡ് വെയിൽ. എന്നിട്ട് നമ്മൾ അവസാനം കിടക്കുന്ന ഭാഗം എന്തായിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ മറന്നു വരുന്നത് എന്താണെന്ന്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് മറന്നു വരുന്നത്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേര് സബ്ജക്റ്റ്. ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാണ്. ഹൈക്കോർട്ട് ക്യാൻ ഗ്രാൻഡ് ദ ബെയിൽ. ഹൈക്കോർട്ടിന് ബെയില്, ബെയിൽ എന്ന് വെച്ചാൽ ജാമ്യം അനുവദിക്കാൻ കഴിയും. ജാമ്യം അനുവദിക്കാൻ കഴിയും, ബെയിൽ അനുവദിക്കാൻ കഴിയും. ഇവിടെ ആരാണ് ജാമ്യം അനുവദിക്കുന്നത്, ഹൈക്കോർട്ട്. എന്താണ് അനുവദിക്കുന്നത്, ബെയിൽ അല്ലേ. എന്നാൽ ബെയിലാണ് എന്തോന്ന്, ഒബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇതെന്താണ് സബ്ജക്ട്. ഇപ്പോൾ ഒരു ആക്റ്റീവ് വോയിസിന് ആദ്യം ആര് വരും, സബ്ജക്റ്റ് വരും. അവസാന ഭാഗത്തോട്ട് ആര് വരും, ഒബ്ജക്റ്റ് വരും. ഈ ഒബ്ജക്റ്റിനെ ഇവിടെ കിടക്കുന്ന സാധനത്തിന് ഇവിടെ കൊണ്ട് എഴുതിയാൽ പാസീവ് വോയിസ് ആയി. അപ്പൊ നമ്മൾ ആദ്യത്തെ കിടക്കുന്ന സാധനം ദ ബെയില്, ആ ബെയിലിനെ ആദ്യ ഭാഗത്തോട്ട് കൊണ്ടുപോകും. ബെയിലിനെ കൊണ്ടുപോകും. ഇനി ഇതേ കണക്ക് എഴുതാൻ പറ്റൂല. ഈ ചോദ്യം കിടക്കുന്നത് ഹൈക്കോർട്ട് ക്യാൻ ഗ്രാൻഡ്. എപ്പോഴത്തെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്. ഇപ്പോ ക്യാൻ ഗ്രാൻഡ്, വിൽ ഗ്രാൻഡ്, അതൊക്കെ വില്ല്, ഷാള്, ക്യാൻ, മേ, മസ്റ്റ്. അതൊക്കെയാണ് വില്ല്, ഷാള്, ക്യാൻ, മേ, മസ്റ്റ്. വില്ല് ഇത്ര മാത്രമല്ല, വില്ല് വുഡ്, ഷാള് ഷുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്, മസ്റ്റ്. ഇത്രയാണ് വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇത് ഇത്രയും കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു വെറുതെ വരുമില്ലേ, വെറുതെ ഏതാണ്, ഗ്രാൻഡ്. ചിലപ്പോൾ ഗ്രാൻഡ് ആയിരിക്കില്ല, പ്ലേ, ഈറ്റ്, ജമ്പ് എന്തോ ആയിക്കോട്ടെ. ഇങ്ങനെ പറയും. ക്യാൻ ഗ്രാൻഡ് എന്നോ, കുഡ് ഗ്രാൻഡ് എന്നോ, ക്യാൻ പ്ലേ എന്നോ, കുഡ് പ്ലേ എന്നോ, വിൽ പ്ലേ എന്നോ, വിൽ ഈറ്റ് എന്നൊക്കെ ഇങ്ങനെ തരും. ഇങ്ങനെ ഏതൊരു സ്ട്രക്ചർ വന്നാലും ഏതൊക്കെയാണ്, ക്യാൻ ഗ്രാൻഡ്, ക്യാൻ പ്ലേ, ക്യാൻ ഈറ്റ്, കുഡ് ഈറ്റ്, വിൽ ജമ്പ്, ഷുഡ് ജമ്പ്, ഇങ്ങനെ ഏത് വന്നാലും നമ്മൾ അതിന് ആൻസർ എഴുതുമ്പോഴേ ആദ്യം ഓബ്ജക്റ്റ് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ക്വസ്റ്റ്യനെ കൂടുതൽ ചോദിക്കാം. ആൻസർ നമ്മൾ ഈ സാധനം ആദ്യം കൊണ്ടുവന്നിട്ട് നമുക്ക് ഏതാണോ തന്നിരിക്കുന്ന ആ ക്യാനെങ്കിൽ ക്യാന്, കുഡെങ്കിൽ കുഡ്, ആ സാധനം എഴുതിയിട്ട് നേരെ ബി ചേർക്കണം. ഏതാണ്, ബി ചേർക്കണം. ബി ചേർത്തിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഒരു വെർബുണ്ടല്ലോ, ഇവിടെ തന്നിരിക്കുന്ന ഗ്രാൻഡ് അല്ലേ, അതിന്റെ V3 എഴുതണം. ഗ്രാൻഡിന്റെ V3 ഗ്രാൻഡ് ഒന്ന് വായിച്ചു നോക്കിയാണ്. ദ ബെയിൽ എഴുതി. ഇവിടുത്തെ ക്യാൻ ഗ്രാൻഡ് എന്നുള്ള ഇവിടെ ബന്ധമായി. ആ ബെയിലിനെ ആദ്യം കൊണ്ടുവന്നിട്ട് ക്യാൻ ബി ഗ്രാൻഡഡ്. ഇനി ആരാണ് ഗ്രാൻഡ് ചെയ്യുന്നത്, ഹൈക്കോർട്ട് അല്ലേ. ഹൈക്കോർട്ട് ആരാണോ ഗ്രാൻഡ് ചെയ്യുന്നത് അവരെ ബൈ ചേർത്തല്ലേ നമ്മൾ എഴുതണ. ബൈ ദ ഹൈക്കോർട്ട്, ബൈ ദ ഹൈക്കോർട്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായേ. ഈ പോയിന്റ് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞുതരാം. ഒരു പാസീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആക്റ്റീവ് വോയിസ് തന്നിരിക്കും, പാസീവ് വോയിസിലോട്ട് മാറണം. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആര് തന്നിരിക്കും, സബ്ജക്ട് തന്നിരിക്കും, അതിലോട്ട് മാറണം, പാസീവ് വോയിസിലോട്ട് മാറണം. പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ അപ്പുറത്തോട്ട് തന്നിരിക്കുന്ന ഓബ്ജക്റ്റ് ഇങ്ങനെ തന്നിരിക്കും. ആ സാധനത്തിന് ആദ്യം കൊണ്ടുവരണം. ആദ്യം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്യാൻ ഗ്രാൻഡ്, അല്ലെങ്കിൽ കുഡ് ഗ്രാൻഡ്, അല്ലെങ്കിൽ മേ ഗ്രാൻഡ്, ഇങ്ങനെ ഈ രീതിയിൽ തന്നിരിക്കും. മൈറ്റ് ഗ്രാൻഡ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്യാനെങ്കിൽ ക്യാൻ, കുഡെങ്കിൽ കുഡ്, ആ സാധനത്തിന് കൊണ്ടുവന്നിട്ട് പിന്നീട് ബി എഴുതിയിട്ട് തന്നിരിക്കുന്ന വെർബിന്റെ V3 എഴുതിയിട്ട് ബൈ ചേർത്തിട്ട് ഈ സബ്ജക്റ്റിനെ അപ്പുറത്തോണ്ട് എഴുതിയത്. ആൻസർ എങ്ങനെ വന്നു, ദ ബെയിൽ. ദ ബെയിലിനെ ഇപ്പുറത്തോണ്ട് വന്നു. ക്യാൻ ഇവിടെ എഴുതി, ക്യാൻ എഴുതിയിട്ട് ബി എഴുതണ്ടേ, ക്യാൻ ബി ഗ്രാൻഡഡ് ബൈ ദ ഹൈക്കോർട്ട്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു എസ് എന്തെങ്കിലും എഴുതുക. കീർത്തി ഹരിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അതിന്റെ ആൻസർ പറയൂ. വേറൊരു ക്വസ്റ്റ്യൻ എഴുതേ. ഷീ കുഡ് റൈറ്റ് ഇറ്റ്. ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്ത് പറയൂ. ആൻസർ ആണ് ഷീ കുഡ് റൈറ്റ് ഇറ്റ്. ഇതിലിപ്പോ ഇതൊരു ആക്റ്റീവ് വോയിസ് ആണ്, ഇതിന്റെ പാസീവ് വോയിസ് ആക്കണം. പാസീവ് വോയിസ് ആക്കുമ്പോൾ ഇത് സബ്ജക്റ്റും അത് ഓബ്ജക്റ്റും. ഷീ സബ്ജക്റ്റും. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ബൈ റാണ. അത് ചെറിയ തെറ്റുണ്ടായിരുന്നു. ഈസ്റ്റ് കണ്ടർ ആയുടെ ഈസ്റ്റ് കണ്ടർ തെറ്റി, ചെറിയ തെറ്റുണ്ട്. നിങ്ങൾ ചെയ്യും, ടൈപ്പ് ചെയ്യും പെട്ടെന്നോട്ട്.
ആദ്യം ഏതാദ്യം വരും? ഇറ്റ് ആദ്യം വരൂലേ? അല്ല, അരുണിമയ്ക്കും തെറ്റി. മണ്ട പിള്ളേരെ ഇങ്ങോട്ട് നോക്കി, പാവളൊന്നും ഇരിക്കാതെ ഇങ്ങോട്ട് നോക്കി. ഇറ്റ്, ശരി തന്നെ, കീർത്തി ശരിയാക്കി. അതാണ് ഇറ്റ്. ഇനി ഉണ്ടോന്ന് എഴുതി. ഇവിടെ ക്യാൻ അല്ലല്ലോ, ഇവിടെ നേരത്തെ ഇവിടെ ക്യാനായിരുന്നു. ആ ക്യാനല്ലേ ഇവിടെ വന്നത്? ഇവിടെ ഫുഡല്ലേ അല്ലേ? അപ്പൊ ഇവിടെ ഈ ഫുഡല്ലേ ഇവിടെ എടുത്ത് എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ക്യാൻ ആണെങ്കിൽ ക്യാൻ ആക്കാവൂ, ഫുഡ് ആണെങ്കിൽ ഫുഡ് അതിനാകണം. അപ്പൊ ആൻസർ ഇറ്റ് എഴുതി, ഫുഡ് എഴുതി. ഇനി അത് തന്നെ ബി എഴുതാം. എന്നിട്ട് റൈറ്റിന്റെ വീട്ടിൽ എഴുതുക. റൈറ്റ്, റോട്ട്, റിട്ടേൺ. അപ്പൊ ഇതിലും റിട്ടേൺ ബൈ ആരാണോ. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻ വേണോ? ഇതിലുള്ള ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓർമ്മിക്കാലോ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കാനുണ്ട്. ആരെങ്കിലും എഴുതാൻ തോന്നും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിടാം. അപ്പോ നോക്കിക്കോണം. മൈ ഫ്രണ്ട് മൈറ്റ് കണക്ട് ദം. കട്ടിയുള്ളതായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇടാൻ കാരണം ഇതുള്ള പരീക്ഷയ്ക്ക് ചോദിക്കില്ല, സിമ്പിൾ ആയിട്ടുള്ള ചോദിക്കില്ല. ഒന്ന് പറഞ്ഞു വയ്ക്കാണ്. ഇതിന് നോക്കാം. മൈ ഫ്രണ്ട് മൈറ്റ് കണക്ട് ദം. ഇതിന്റെ സബ്ജക്റ്റ് ആര്? മൈ ഫ്രണ്ട്. ഒബ്ജക്റ്റ് ആര്? ദം. ഒന്ന് പറഞ്ഞു. ശരിയാക്കി. അവരുടെ ആദ്യമേ ശരിയാക്കി. അങ്ങനെ ആൻസർ വന്ന് they might be connected by my friend. വെരി ഗുഡ്. ഏതായാലും ആൻസർ ആ ദമ്മിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ദേ എന്നല്ലേ എഴുതാൻ പറ്റൂ. ദേ എഴുതി, എന്നിട്ട് പിന്നെ എന്തെഴുതി? മൈറ്റ് എഴുതി അല്ലേ? മൈറ്റ് ഇങ്ങനെ എഴുതി. പിന്നെ നമ്മൾ ബി എഴുതണ്ടേ? മൈറ്റ് ബി എഴുതണം. പിന്നെ കണക്ട് എന്താക്കണം? കണക്റ്റഡ് ആക്കണം. പിന്നെ ബൈ എഴുതിയിട്ട് ഈ മൈ ഫ്രണ്ടിനെ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പം ബൈ മൈ ഫ്രണ്ട് എന്ന് വരും. അപ്പൊ ആൻസർ they might be connected by my friend. ഇതൊന്ന് ആൻസർ പറഞ്ഞാണ്. she would not attend the exam. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ആൻസർ പറഞ്ഞാണ്. ശ്രദ്ധിച്ചെഴുതണം. ഷീ ആണ് സബ്ജക്റ്റ്, ദ എക്സാം ആണ് ഒബ്ജക്റ്റ്. ശരിയാണ്. ദ എക്സാമിന് നമ്മൾ ആദ്യം കൊണ്ടുവരും അല്ലേ? ദ എക്സാമിന് ആദ്യം കൊണ്ടുവന്നിട്ട് ഫുഡല്ലേ കിടക്കുന്നത്? ഫുഡ് എടുത്തിട്ട് ബി വേണ്ടേ? ബി എഴുതും. എന്നിട്ട് പിന്നെ അറ്റൻഡിന്റെ വീട്ടിൽ എന്താണ്? അറ്റൻഡ് എഴുതും. എന്നിട്ട് ബൈ എഴുതിയിട്ട് ആരാണ്? ബൈഹർ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ടല്ലേ? ബൈഹർ എന്നത് ഇവിടെ കുഴപ്പം. നോട്ട് ഇവിടെ കഴിഞ്ഞല്ലേ? ആ നോട്ടിനടുത്ത് വിടാൻ കിട്ടാ. അത് ആൻസർ ശരിയാ. വായിച്ചൊക്കെയാണ്. ദ എക്സാം വുഡ് നോട്ട് ബി അറ്റൻഡഡ് ബൈ ഹർ. ഇത് ഈ രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മനസ്സിലായാലോ? അപ്പൊ നന്നായിട്ട് പാസീവ് വോയിസ്, ഈ രീതിയിൽ പാസീവ് വോയിസ് ഒരുപാട് പരീക്ഷ ചോദിക്കുന്നത്. അപ്പൊ നന്നായിട്ട് പഠിച്ചു വയ്ക്കും. അപ്പൊ ഈ രീതിയിലുള്ള പാസീവ് വോയിസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് പരീക്ഷയ്ക്ക് വയ്ക്കും. വേണ്ട വുഡിന്റെ മെനു. അന്നത്തെ ചോദ്യം വുഡിന്റെ എന്ന് എഴുതുമോ? അപ്പൊ ആര് നല്ല ചോദ്യമാണ്. വുഡിന്റെ എന്ന് എഴുതുമോ? വുഡിന്റെ എന്ന് എഴുതും. വുഡ് നോട്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് വുഡിന്റെ എന്ന് പറയുന്നത്. കുഡ് നോട്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് കുഡിന്റെ എന്ന് എഴുതുന്നത്. ഐ കുഡ് നോട്ട് റൈറ്റിന് തുല്യമാണ് ഐ കുഡിന്റെ റൈറ്റ്. രണ്ട് ശരിയാണ്. കഴിഞ്ഞ നോക്കിയാണ്. ദ ബുക്ക് will be purchased by me. ഈ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ സാധാരണ രീതിയിൽ എഴുതില്ല. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ ഒന്ന് നോക്കിയാണ്. ഇവിടെ വില്ല് കണ്ട, ബി കണ്ട, പർച്ചേസ് V3 അല്ലേ? നമ്മൾ ഈ വില്ല് V3 ഈ സ്ട്രക്ചർ പഠിച്ചത് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ? ഒന്ന് ആലോചിച്ച് ചോദിക്കണം. ഒന്ന് പറഞ്ഞാണ് അറിഞ്ഞുള്ള മെസ്സേജ്. വിൽ ബി പർച്ചേസ്ഡ്, വുഡ് ബി പർച്ചേസ്ഡ്, അതെല്ലാം ഏത് വോയിസ് ആണ്? പാസീവ് വോയിസ് ആണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ്. വില്ല് പർച്ചേസ്, വുഡ് പർച്ചേസ്, ആ സ്ട്രക്ചർ വന്ന ആക്റ്റീവ് വോയിസ്. വിൽ ബി പർച്ചേസ്ഡ്, വുഡ് ബി പർച്ചേസ്ഡ്. ഓക്കെ, അതെല്ലാം എന്താണ്?
ആക്റ്റീവ് വോയിസ്. ഇത് നമുക്ക് മനസ്സിലായിട്ട് പാസീവ് വോയിസ്. അപ്പൊ ഇങ്ങനെ ഇത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പാസീവ് വോയിസ് ആണ്. അതായത് ചോദ്യത്തിന് ആൻസർ ആരെ നേരത്തെ ഇട്ട് ഏതായാലും പറയാം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദ്യം ഉദ്ദേശിച്ചത് എങ്ങനെ ആക്കാനാണെന്ന് പറയുമ്പോൾ ഇത് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റാനാണ്. ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റണ്ടേ? ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ ആദ്യം സബ്ജക്ട് വരണ്ടേ? സബ്ജക്ട് എന്ന് വെച്ചാൽ ബൈ മീ. ഈ മീ അല്ലേ, ഈ മീയെ നമ്മൾ ആദ്യം കൊണ്ടുവരണം. അപ്പൊ എന്തായി? ഐ ആയി അല്ലേ? എന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ നമുക്ക് എന്തിനു മതി? വില്ല് ഇവിടെ എടുത്തിടുക. ബി വേണ്ടി വരൂ? ബി ഒരിക്കലും വേണ്ടി വരില്ല. നമ്മൾ നേരത്തെ പഠിച്ചത് ബി വേണ്ടി വരില്ലോ. പകരം എന്ത് വേണം? ബി വേണ്ടി വരില്ല. എന്നിട്ട് മാത്രമല്ല ഈ പർച്ചേസ്ഡ് വേണോ അതോ പർച്ചേസ് മതിയാ? പർച്ചേസ് മതി. പർച്ചേസ് മതി. എന്നിട്ട് ഈ ബുക്കിന് ഇവിടെ കൊണ്ടുവന്നാൽ പോരെ? ഈ രീതിയിലും പരീക്ഷ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പരീക്ഷ ക്വസ്റ്റ്യൻ. മനസ്സിലായ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ചോയടാ ആടെ ഓണാക്കിട്ടേക്കണം. ആരെ ഓടി ഓണാക്കിട്ടേക്കണത്? സംശയം ചോദിക്കാൻ പറഞ്ഞപ്പോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടാ? എന്നാ വായിക്കാൻ അടുത്ത ക്വസ്റ്റ്യൻ പോട്ടാ. അതുല് ഏത് അതുലടെ പറഞ്ഞത്? അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷ ചോദിക്കും. നന്നായിട്ട് ഇതിലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇടണോ? ഇന്നിപ്പോ ഇട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടോ ഇടാൻ. കാരണം മാസ്റ്റർ ആയിട്ട് പരീക്ഷ ചോദിക്കും. 2 മാർക്കാണ് പോണത്. ടെൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതായിട്ട് ബന്ധപ്പെട്ട് ഇടാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ തീരട്ടെ. ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇടുന്നത്. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിടാം. അപ്പൊ ഇടാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ ചെയ്ത പാസീവായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേണോ? പാസീവ് വോയിസ് എടുത്തിട്ട് ആക്റ്റീവ് വോയിസിലോട്ട് മാറ്റാം. വേണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയത്. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഷീ ഡാഷ് ഹിയർ ലാസ്റ്റ് വീക്ക്. ബ്രാക്കറ്റ് ഇങ്ങനെ തന്നിരിക്കും. കമ്മ്. ഇത് സ്ഥിര പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. അപ്പൊ അവരുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ടെൻസുമായി ബന്ധപ്പെട്ട. ടെൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു പരീക്ഷയും കാണൂല. അതാണ് പ്രത്യേകത. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി 2 മാർക്കിനാണ് നമ്മൾ ഏകദേശം പഠിച്ചു തരുന്നത്. പക്ഷെ പാസീവ് വോയിസ് അത്ര അല്ല, കുറേ ഉണ്ട്. നമ്മളത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് വോയിസിന്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ അത് സ്ഥിരം ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഷീ ഡാഷ് ഹിയർ ലാസ്റ്റ് വീക്ക്. ഇതിന്റെ ആൻസർ ഇടാൻ ചോദിക്കും. ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയുക, മെസ്സേജ് ചെയ്യുക. ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ പരീക്ഷ കാണൂല. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചോദിക്കും. തന്നെടാ ബീസ്റ്റ് ഹണ്ടർ പറഞ്ഞു തന്നെ ശരി. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കാനുള്ള കേസ് ഇത് ഒരു പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ. യെസ്റ്റർഡേ എന്ന വാക്കിന്റെ അർത്ഥം എഴുതി വെക്കാനുള്ളവരൊക്കെ എഴുതി വെച്ച് പഠിച്ചോളണം. ഞാനിത് പറഞ്ഞു പോവുകയുള്ളൂ. പണ്ടത്തെ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കാം, പരീക്ഷ കിട്ടണമെന്നുള്ളൂ. യെസ്റ്റർഡേ 2, എഗോ എജിഒ എഗോ 3, ലാസ്റ്റ്. ഈ 3 വേർഡുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. ഇത് ചേർന്ന വാക്കുകളില്ലേ? നമ്മൾ പറയുമല്ലോ ഷീ ഡാഷ് ഹിയർ യെസ്റ്റർഡേ, ഷീ ഡാഷ് ഹിയർ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് മോർണിംഗ്, ലാസ്റ്റ് ഈവനിങ്. ലാസ്റ്റ് ചേർത്ത് പറയില്ലേ? 2 days ago, 3 days ago, 4 years ago, 5 years ago, 4 months ago. ഇങ്ങനെ എഗോ ചേർത്ത് പറയില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമല്ലോ. ഇതിനൊക്കെയാണ് യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. യെസ്റ്റർഡേ എഗോ ലാസ്റ്റ്. ഈ 3 സാധനം ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ളത് 3 സാധനം ഏതൊക്കെയാണ്? യെസ്റ്റർഡേയും എഗോയും ലാസ്റ്റ് ഒരു സെന്റൻസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കേസ് ഇത്രയേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. എന്തിനാണ് സിമ്പിൾ പാസ്റ്റ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് നിങ്ങൾ ഒന്നും ആലോചിക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇങ്ങനെ എഴുതുമെന്ന് അറിയാമോ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വെർബ് ഉണ്ടല്ലോ, ആ ഒരു വെർബ് നമുക്ക് തരൂലേ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കും കം. ആ കം ഏത് വെർബാണോ അതിന്റെ V2 ആണ് സിമ്പിൾ പാസ്റ്റ്. V2 പറഞ്ഞു നോക്കിയാൽ V1 V2 V3 പറഞ്ഞ V2, V1 V2 V3 പറഞ്ഞ V2.
അപ്പൊ കമ്മിന്റെ V1 V2 V3 പറ. കമ്മ്, കെയിമ്, കമ്മ്. മൂന്നെണ്ണം. കമ്മ്, കെയിമ്, കമ്മ്. ഇതാണ് മൂന്നെണ്ണം. അതിന് V2 ഏത്? കെയിം. അപ്പൊ ആ കെയിം ആണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ആ കെയിം കൂടെ എടുത്തിരിക്കാൻ മതി. കമ്മിന്റെ എന്താണ്? കെയിം. ആൻസർ കെയിം. അതാണ് ആൻസർ. ഷീ കെയിം ഹിയർ ലാസ്റ്റ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് നന്നായി പഠിക്കുക. മനസ്സിലായ? ഇതാ ഈ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് 2 days ago. ഇങ്ങനെ തന്നിട്ട് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചോദിക്കുന്ന അറിയാമോ? ഇതിൽ ഒരു എറർ ഉണ്ട്, തെറ്റുണ്ട്, അത് കണ്ടുപിടിക്കുക. അപ്പൊ തെറ്റ് കണ്ടുപിടിച്ച് എഴുതുക. ഒന്നുകൂടെ ഞാൻ പറയാം. ദേ ആണ്. ദേ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് 2 days ago. തെറ്റ് കണ്ടുപിടിച്ചിട്ട് പറയാൻ പറ്റുമോ? ഹാർഡ് തെറ്റാണ്. ഹാർഡ് എന്ന ഉത്തരം തെറ്റാണ്. ഹാർഡ് അവിടെ വരില്ല. അതുൽ ഏസ് പറഞ്ഞ ഉത്തരം ശരിയാണ്. എങ്ങനെയാണെന്ന് പറയാം. ഞാൻ ഇത്തിരിയായിട്ട് ഇന്ത്യയിൽ പറഞ്ഞത് എഗോ എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. എഗോ എന്ന വാക്ക് 3 വേർഡിൽ ഞാൻ പറഞ്ഞു. ഇതാണ് ബുക്ക് എടുത്ത് എഴുതിയിരിക്കണമെന്ന് പറഞ്ഞ വായി മുളന്ന് ഇരിക്കണം. ബുക്ക് എടുത്ത് എഴുതണമെന്ന് കേൾക്കണ്ട. എഗോ ലാസ്റ്റ് യെസ്റ്റർഡേ. എഗോ ലാസ്റ്റ് യെസ്റ്റർഡേ. ഇത് 3 വന്നാൽ സിമ്പിൾ പാസ്റ്റ് അല്ലേ? സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വെർബ് ഏതാണോ അതിന്റെ V2 വെറും ഡിഡ്. ഹാവും ഫിനിഷ് ഇതൊന്നും വേണ്ട. നമ്മൾ ദേ എഴുതിയതിനു ശേഷം നമുക്ക് തന്നിരിക്കുന്ന വെർബ് ഏത്? ഫിനിഷ് അല്ലേ? ഫിനിഷ് എന്ന വെർബിന്റെ V2 പറഞ്ഞു നോക്ക്. ഫിനിഷ്ഡ്. അപ്പൊ വെറും ഫിനിഷ് തന്നെ എഴുതിയാൽ മതി. ഇതാണ് നിങ്ങൾ ചോദിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തരുന്ന ക്വസ്റ്റ്യൻ. 2 days ago. മനസ്സിലായേ? മനസ്സിലായി എന്ന് പറയും. ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ പറ്റും. ഇതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് മെസ്സേജ് എഴുതാ. ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറയുന്ന സെന്റൻസ്. നോക്കിക്കോളൂ. He had arrived here. ഒന്നുകൂടെ പറഞ്ഞു. He had arrived here yesterday. ഇങ്ങനെ ചോദിക്കും. ഓക്കെ, ഇതിനാ കറക്റ്റ് ചെയ്തിരുന്നു. പറ. ശരി, ആൻസർ അത് തന്നെ. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാണ് ആൻസർ. നമുക്കറിയാം ഒരു സെന്റൻസിൽ യെസ്റ്റർഡേ വന്ന സിമ്പിൾ പാസ്റ്റ് അല്ലേ? വേറെ ഒന്നും എഴുതണ്ട. തന്നിരിക്കുന്ന വെർബ് ഏതാണോ അതിന്റെ V2. തന്നിരിക്കുന്ന വെർബ് ഹി ഹാഡ് അറൈവ്ഡിന്റെ വെർബ് അറൈവ് അല്ലേ? അറൈവിന്റെ V2 പറഞ്ഞു നോക്കുക. അറൈവ്ഡ്. ചില ആൾക്കാർക്ക് ഇവിടെ ഈ ഹാർഡ് അറൈവ്ഡിലും ഹാർഡ് അറൈവ്ഡിലും കിടക്കണം. അങ്ങനെയൊന്നും അല്ല. അത് ഹാർഡ് പ്ലസ് തന്നിരിക്കുന്നത് V2 അല്ല, V3 ആണ്. ഹാർഡ് വന്നിട്ട് വരുന്ന എപ്പോഴും ഹാർഡ് വന്നിട്ട് അപ്പുറത്ത് വരുന്നത് V3 ആണ്. V3. അറൈവിന്റെ V1 V2 V3 എടുത്താണ്. V1 അറൈവ്, V2 അറൈവ്, അറൈവ്ഡ്, V3 അറൈവ്ഡ്. V2 അറൈവ്ഡ് തന്നെ, V3 അറൈവ്ഡ് തന്നെ. പക്ഷെ V3 അറൈവ്ഡ് എന്ന് പറയുന്ന വരണമെങ്കിൽ ഇപ്പുറത്ത് ഹാസോ ഹാവോ ഹാർഡ് വരും. നമുക്ക് വേണ്ടത് വെറും അറൈവ്ഡ് എന്ന് വെച്ചാൽ V2 ആണ്. അതിനകത്ത് തന്നെ ഡിഡ് ഇരിക്കുന്നത്. അതിനകത്ത് തന്നെ V2-നകത്താണ് ഡിഡ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ സെന്റൻസ് എങ്ങനെ എഴുതിയാൽ ഹി ഹാഡ് അറൈവ്ഡ് യെസ്റ്റർഡേ. കണ്ടാൽ തെറ്റൊന്നും തോന്നൂല. പക്ഷെ യെസ്റ്റർഡേ വന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് V2-നകത്ത് ഡിഡ് ആണ്. അപ്പൊ ആൻസർ നമ്മൾ ഹി എഴുതിയിട്ട് ശേഷം അറൈവ് എന്ന് പറയുന്ന വെർബ് എടുക്കും അല്ലേ? അറൈവ് എന്ന വെർബിന്റെ V2 എന്താണ്? അറൈവ്ഡ്. അപ്പൊ എങ്ങനെയാണ്? ഹി അറൈവ്ഡ് യെസ്റ്റർഡേ. ഇനി ഇതിനുള്ള ക്വസ്റ്റ്യൻ വേണ്ടല്ലോ. ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരെണ്ണമായിട്ടാണ്. നമ്മളിത് 2 പാറ്റേൺ നമ്മൾ ഓരോന്നിങ്ങനെ പഠിച്ച് പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനിയിപ്പോ യെസ്റ്റർഡേ എഗോ ലാസ്റ്റ് അത് മാത്രമേ പറഞ്ഞോളൂ. ഇനിയുണ്ട് എവരിഡേ. അത് നമുക്ക് ഓരോ ദിവസമായിട്ട് പല ടൈമായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാനേ പറ്റുള്ളൂ. നമുക്ക് എല്ലാം ഒറ്റയടി പഠിച്ച് നമുക്ക് തലയിൽ കയറില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇട്ടാ, അടുത്ത പോർഷൻ, അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടാ. നമ്മൾ 2 ഗ്രൂപ്പ് പഠിച്ചു. അടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ.
ഇത് എല്ലാ പരീക്ഷയും ചോദിക്കും കേട്ടാ. ഓക്കെയാണ്. ചോദ്യം ഇതൊക്കെയാണ്. 2 എന്ന പാക്കേജാണ്. ചോദ്യം ഇതാണ്. The girl was so weak that she couldn't walk. ചോദ്യം ഇതാണ്. The girl was so weak that she couldn't walk. അതിന്റെ മീനിങ് ഇതാണ്. എന്താണ് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗേൾ വളരെയധികം വീക്കാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി നടക്കാൻ കഴിയുന്നത്. നമ്മൾ വളരെ വീക്കാണ്, അതുകൊണ്ട് നമുക്ക് നടക്കാൻ കഴിയുന്നത്. ഒന്ന് ആൻസർ പറഞ്ഞാൽ പെട്ടെന്ന്. ചേർക്കാനുള്ള 2 ആണ്. കഴിഞ്ഞ് മതിയെന്ന് വെച്ചാൽ കഴിയുന്നോ ഇതുകൂടെ പറഞ്ഞു നിർത്തുള്ളൂ. പഠിക്കുന്ന പോർഷൻ കൂടെ പറഞ്ഞു. ആരെങ്കിലും അറിഞ്ഞൂടെ ആൻസർ? ആരും കഴിച്ചാ സാർ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല പിള്ളേരെ. The girl was so weak that she couldn't walk. ഈ സാധനത്തിന് 2 എന്ന പാക്കേജിലോട്ട് മാറ്റണം. ഈസ്റ്റ് ഹണ്ടർ പറഞ്ഞ ഉത്തരം തന്നെ. ഒരു സെന്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ഒരു സെന്റൻസിന് സോ തന്നിട്ട് ദാറ്റ് ഇങ്ങനെ തരും. സോ ദാറ്റ് എന്നാണ് ഇങ്ങനെ വിളിക്കും. സോ ദാറ്റ് ഈ ഗ്രൂപ്പ് തരും. എന്നിട്ട് അതിനെ 2 മാറ്റാൻ ചോദിക്കും. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് ആദ്യം ദ ഗേൾ അതുപോലെ എഴുതണം. ദ ഗേൾ വാസും അതുപോലെ എഴുതണം. സോ എന്ന് തന്നിരിക്കുന്ന സ്ഥലത്ത് 2 ആഡ് ചെയ്യണം. അപ്പോ സോ എന്ന് തന്നിരിക്കുന്ന സ്ഥലത്ത് 2 ആക്കിയാ ദ ഗേൾ വാസ് സോ വീക്ക് എന്നുള്ളത് 2 വീക്ക് എന്നാണ്. മനസ്സിലായ? 2 വീക്ക്. ഇനി ദാറ്റ് കിടക്കുന്നുണ്ട. ദാറ്റ് കിടക്കുന്ന സ്ഥലത്ത് 2 ആഡ് ചെയ്യണം. ഏതാണ്? 2 ആഡ് ചെയ്യണം. അപ്പോൾ എന്തായി? ദ ഗേൾ വാസ് 2 വീക്ക്. ഇനി 2 ആഡ് ചെയ്തേ. 2 എഴുതിയില്ലേ? ഇനി നമ്മൾ എഴുതാണെന്ന് വെച്ചാൽ ബാക്കി എന്താണ്? ദാറ്റ് എഴുതിയതിന് ഷീ കുടിന്റെ ടച്ചിലേക്ക് കിടക്കണം. അതിലോട്ടൊന്നും പോകരുത്. അതിലോട്ടൊന്നും പോവാതെ നമ്മൾ നേരെ അവിടുത്തെ വെർബ് മാത്രം എടുക്കുക. ഏതാണ്? വാക്ക്. ആ വാക്ക് എടുത്തിട്ട് ഇവിടെ എഴുതിയാൽ ആൻസർ ചെയ്യാം. ആൻസർ ഇങ്ങനെ വരും. The girl was too weak to walk. ആ പെൺകുട്ടി വളരെ ക്ഷീണിതയാണ് നടക്കാൻ. അപ്പൊ അതാണ് സോ ദാറ്റ് 2 ആക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു സെന്റൻസിൽ സോ ദാറ്റ് എന്ന് കൊടുത്തിരിക്കും. അതിനെ 2 ആക്കാൻ വേണ്ടി ചെയ്യേണ്ടത് സോ എന്ന് തന്നിരിക്കുന്ന ഭാഗത്ത് 2 ചേർത്തതിന് രണ്ടോ വരുന്നത് 2 ചേർത്തിട്ട് അടുത്ത വാക്ക് എഴുതിയിട്ട് ദാറ്റ് കിടക്കുന്ന സ്ഥലത്ത് 2 എഴുതണം. ദാറ്റ് കിടക്കുന്ന സ്ഥലത്ത് 2 എഴുതണം. 2 എഴുതിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന വെർബ് അവിടെ എഴുതിയാൽ മതി. വെർബ് ഏതാണ്? ഇവിടെ വാക്കല്ലേ, കുടിന്റെ അതിലോട്ടൊന്നും പോണ്ട, വാക്ക് എഴുതിയാൽ മതി. വേറെ സെന്റൻസ് ആണ്. അപ്പൊ ആൻസർ വാസ് 2 വീക്ക് ടു വാക്ക്. അടുത്തൊരു സെന്റൻസ് ആണ്. ഇതൊക്കെയാണ്. ദ ബോയ് വാസ്, ശ്രദ്ധിച്ചിരിക്കണം, ദ ബോയ് വാസ് സോ ടയേർഡ് സോ ഹി കുഡിന്റ് വാക്ക്. ഹി കുഡിന്റ് കം. പറഞ്ഞാണ് ദ ബോയ് വാസ് സോ ടയേർഡ് the boy was so tired that he couldn't come. എഴുതുന്നു. The boy was so tired that he couldn't come. ആൻസർ പറയുന്നത്. അങ്ങനെ ആൻസർ വരും. നമ്മൾ ദ ബോയ് വാസ് സോ ടയേർഡിന്റെ സോ മാറ്റിയിട്ട് 2 ചേർക്കും അല്ലേ. അപ്പൊ എന്തായി? ദ ബോയ് വാസ് ടു ടയേർഡ് എന്ന് എഴുതിയാ. ഇനി the boy was so tired പിന്നീട് ദാറ്റ്. അപ്പൊ the boy was too tired ദാറ്റിന്റെ സ്ഥാനത്ത് 2 ചേർക്കും. അപ്പൊ എന്തായി? the boy was too tired to. ഇനി വെർബ് മാത്രം. ഏതാണ്? too tired to come. അപ്പൊ the boy was too tired to come. അതിന്റെ ആൻസർ. അപ്പോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കും. അപ്പൊ അറിയാമോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അറിയാമോ? സോ ദാറ്റിനെ 2 ആക്കാനായിട്ട് ഡൗട്ട് ഉണ്ടോ? വേറെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഇനിയിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ദിവസം നമ്മൾ ക്ലാസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് വോയിസ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദിക്കും. ആ ചാപ്റ്റർ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് ബാക്കി ഗ്രാമർ പോർഷൻ നോക്കാം. ശരി.